അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ പ്രിയങ്കരനായ അബ്ദുറഹ്മാൻ ബാക്കവി സാഹിബ്, ഇതിൻ്റെ ഭാരവാഹികളെ, ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരെ, കുട്ടികൾ, സത്യസരണിയിലൊരു പ്രോഗ്രാമിന് പങ്കെടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദകരമായ ഒരു കാര്യം. ഒരുപക്ഷെ മറ്റേത് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനേക്കാളും എന്നെ സന്തോഷിപ്പിക്കുന്നതുമാണ്. പ്രോഗ്രാം പറഞ്ഞപ്പോൾ ഇന്നെനിക്ക് വൈകിട്ട് മഗ്‌രിബിന് 7 മണിക്ക് കേരളത്തിൻ്റെ അങ്ങേയറ്റമായ മഞ്ചേശ്വരത്ത് ഞാൻ നേരത്തെ ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് വരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ വളരെ നിർബന്ധം പിടിച്ച് ഈ കഴിഞ്ഞ ഉടനെ തിരിച്ചു പോകാമെന്ന നിലയിൽ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വരാൻ ഏൽക്കുകയായിരുന്നു. ഏതായാലും നിങ്ങളെ സംവദിക്കാനും നിങ്ങളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും തൗഫീഖ് ചെയ്ത അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, വളരെ വിഷമിച്ച് പല ദേശങ്ങളിൽ നിന്ന് വന്ന നിങ്ങൾക്ക് ജീവിതത്തിൽ അതൊരു അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സന്തുഷ്ട കുടുംബം എന്നതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സന്തുഷ്ട കുടുംബം. ഒരു വലിയ സംഗമം നടത്തുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ സംഗമം നീണ്ടു നിൽക്കുക. ആ സംഗമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായി സന്തുഷ്ട കുടുംബം തിരഞ്ഞെടുക്കുന്നു. എന്തായിരിക്കും അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഈ മനുഷ്യ വിഭവമാണ്. ഈ മനുഷ്യ വിഭവത്തിൽ തകരാറ് സംഭവിക്കുമ്പോഴാണ് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നല്ല മനുഷ്യ വിഭവം ഈ സമൂഹത്തിന് ലഭിക്കണമെങ്കിൽ അത് ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ച ഒരായത്താണിത്. വളരെ ഗൗരവത്തിലാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ. മനുഷ്യവംശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ജനങ്ങളെ ഒരാണിൽ നിന്ന് സൃഷ്ടിച്ചു, അതിൽ നിന്ന് ഇണയെ സൃഷ്ടിച്ചു, അവരിൽ നിന്ന് ധാരാളം സ്ത്രീ പുരുഷന്മാരെ സൃഷ്ടിച്ചു. അതാണ് മനുഷ്യവംശം. എന്നിട്ട് അള്ളാഹു വളരെ ഗൗരവത്തിൽ പറയുന്നൊരു കാര്യം ആദ്യം തന്നെ പറഞ്ഞു കേട്ടോ, ഇത്തഖൂ, നിങ്ങൾ തഖ്വ ചെയ്യുക, സൂക്ഷ്മത പാലിക്കുക. വീണ്ടും പറയുന്നു വത്തഖൂ റബ്ബക്കും വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹിനെ സൂക്ഷിക്കാൻ പറഞ്ഞ, അള്ളാഹുവിനെ തഖ്വ ചെയ്യാൻ പറഞ്ഞ അതേ ഗൗരവത്തിൽ ഒരു കാര്യം കൂടെ ചേർത്ത് പറയുന്നു, കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കുക. എൻ്റെ മനഃശാസ്ത്ര പഠനത്തിനിടയിൽ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരായത്താണിത്. എന്തിനാണ് അള്ളാഹിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ അതേ ഗൗരവത്തിൽ കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത്? എന്താണ് അള്ളാഹിനെ സൂക്ഷിക്കുന്ന അതേ ഗൗരവത്തിൽ കുടുംബത്തെ സൂക്ഷിക്കാൻ ഇത്ര ഗൗരവമായി എന്താ അവിടെ ഉള്ളത്? മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇസ്ലാമിൽ? എന്തൊക്കെ ആരാധനകളുണ്ട് ഇസ്ലാമിൽ? എന്തൊക്കെ ഘടകങ്ങളുണ്ട് ഇസ്ലാമിൽ? എന്തൊക്കെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട് ഇസ്ലാമിൽ? എന്തുകൊണ്ടാണ് കുടുംബ ബന്ധം ഇങ്ങനെ ചർച്ചയാവുന്നത്?
അവിടെ ഒരു സർവേയെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ആ സർവേയിൽ പറയുന്നത് ക്രിമിനലുകളിൽ, കുറ്റവാളികളിൽ, ഞാൻ ചോദിക്കും നിങ്ങളോട്, നമ്മളെ മക്കള് കുറ്റവാളികളാവാൻ നമ്മൾ ആഗ്രഹിക്കാറില്ല, ഉണ്ടോ? ഇല്ല. എന്നാൽ ക്രിമിനലുകളിൽ, കുറ്റവാളികളിൽ പഠനം നടത്തിയപ്പോൾ 90% കുറ്റവാളികളും വരുന്നത് ബ്രോക്കൺ ഫാമിലി എന്നാണ്. ബ്രോക്കൺ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ രണ്ടുപേരും തമ്മിൽ വേർപെട്ടു, അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷെ പ്രശ്നത്തിലാണ്. ബ്രോക്കൺ ഫാമിലിയാണ്. ഇനി എന്തെങ്കിലും അനിവാര്യമായ കാരണങ്ങളാൽ വേർപിരിയേണ്ടി വന്നാൽ, മാറി നിൽക്കേണ്ടി വന്നാൽ, അവിടെ പ്രശ്നമാവാതെ, കുട്ടികൾക്ക് പ്രശ്നമാവാതെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ കുടുംബം വിജയിച്ചില്ല എങ്കിൽ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇസ്ലാമിക ചരിത്രത്തിൽ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഹാജറ ബീവിയെയും കൊച്ചുകുട്ടിയെയും മക്കയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. ചരിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ചോര പൈതലിനെ, ഭാര്യയെ, ആൾപ്പാർപ്പില്ലാത്ത, വെള്ളമില്ലാത്ത, ഭക്ഷണമില്ലാത്ത വിജനമായ സ്ഥലത്ത്, അവർ കൊണ്ടുപോയ വെള്ളവും ഭക്ഷണവുമല്ലാത്ത മറ്റൊന്നില്ലാത്തടത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ അവിടെ ഹാജറ ബീവി തിരിഞ്ഞു നിന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട് ഇബ്രാഹിമെ, യാ ഇബ്രാഹിം, യാ ഇബ്രാഹിം എന്ന് വിളിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ക്രൂരത കൊണ്ടല്ല, താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, ഒരു പരീക്ഷണ ഘട്ടത്തിലുള്ളത്. പ്രായാധിക്യം, അവസാന നിമിഷം ഒരു കുട്ടിനെ കിട്ടി, ആ കുട്ടിനെ ഒന്ന് കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് അടുത്ത പരീക്ഷണം, ആ പരീക്ഷണം അതിജയിക്കേണ്ടതുണ്ട്, വിജയിക്കേണ്ടതുണ്ട്. തിരിഞ്ഞു നോക്കിയാൽ ആ കുട്ടിയോടുള്ള സ്നേഹം വീക്ക്നെസ്സായി മാറി എന്തെങ്കിലും രീതിയിൽ ഒരു പരാജയം സംഭവിക്കുമോ എന്നുള്ള ഭയമാവാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരിഞ്ഞു നോക്കാൻ സമ്മതിച്ചില്ല. വിളിച്ചു ഹാജറ രണ്ടാമത്, യാ ഇബ്രാഹിം, തിരിഞ്ഞു നോക്കിയില്ല. ഇവിടെ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഉത്തരം മുട്ടുന്ന ചില ഘട്ടങ്ങൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വരുമ്പോൾ, തങ്ങളുടെ മാതാപിതാക്കൾക്ക് വരുമ്പോൾ, ഉത്തരം കിട്ടുന്ന ചില ഘട്ടങ്ങൾ വരുമ്പോൾ അവർ ഉത്തരം പറയിപ്പിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടത് ആരാ? നമ്മളാണ്. ഹാജറ ബീവിയുടെ ചോദ്യം മാറ്റി മൂന്നാമത് ഹാജറ ബീവി, യാ ഇബ്രാഹിം, ഇത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണോ? അപ്പോഴാണ് തിരിഞ്ഞു നോക്കാനുള്ള ശേഷി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായത്. തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഹാജറ, അതെ, എങ്കിൽ നിങ്ങൾക്ക് പോകാം, എനിക്കെൻ്റെ അള്ള മതി. ഇവിടെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ സംരക്ഷണം നൽകിയ, ഇതുവരെ നമ്മൾ കൊണ്ടു നടന്ന, ഇതുവരെ സപ്പോർട്ട് ചെയ്ത പലരും ഒരു ഘട്ടത്തിൽ സത്യവിശ്വാസത്തിന്റെ പേരില്, സത്യദീനിന്റെ പേരില്, ആദർശത്തിന്റെ പേരില്, ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ പേരില് ഒറ്റപ്പെടുത്തുമ്പോൾ, തടസ്സപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പിടിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടെടുത്തുമ്പോൾ, പല രീതിയിലും ബുദ്ധിമുട്ടിക്കുമ്പോൾ എനിക്കെൻ്റെ അള്ള മതി എന്ന് പറയാൻ ആ കുഞ്ഞിന് മുമ്പിൽ നിന്നുകൊണ്ട് മറ്റൊരു സൗകര്യമില്ലാത്തടത്ത് ഹാജറ ബീവി പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിച്ചത് കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വന്നപ്പോൾ ആ പിതാവിനെ അംഗീകരിക്കാനും ആ പിതാവിനെ അനുസരിക്കാനും പൊന്നുമോൻ ഇസ്മായിലിന് സാധിച്ചത് എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. ഇപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ബ്രോക്കൺ ഫാമിലി, പ്രശ്നമുള്ള കുടുംബത്തിൽ നിന്നാണ് 90% കുറ്റവാളികളും കടന്നു വരുന്നത്. ഇന്നിപ്പോ ഇവിടെയുള്ള ലോകത്തുള്ള എല്ലാ രക്ഷിതാക്കളും ഭയങ്കര ആശങ്കയിലാണ്, ഭയങ്കര ആകാംക്ഷയിലാണ് മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ ആശങ്ക? നമ്മളെ മക്കള് എന്തിൽ പെട്ടുപോന്നാ? യെസ്, ഡ്രഗ്സിൽ പെട്ടുപോകുമോ, കഞ്ചാവിൽ പെട്ടുപോകുമോ? ആ രീതിയിൽ കഞ്ചാവിലും മയക്കുമരുന്നിലും ഒക്കെ പെട്ട് നമ്മളെ കുട്ടികൾ നഷ്ടപ്പെട്ടുമോ എന്ന് ഭയപ്പെടുന്നുവെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മളോട് പറയുന്നു. എന്താ പറഞ്ഞത്? നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കുന്നത് പോലെ
കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണം. ഈ അടുത്ത് എനിക്ക് കിട്ടിയ ഒരു വീഡിയോ, ആ വീഡിയോയിൽ അതിലൊരു പരീക്ഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പരീക്ഷണത്തിൽ ഇത് വളരെ വ്യക്തമായി, ഒരു എലിയെ പിടിച്ച് കൂട്ടിലിട്ട് 2 കുപ്പികളിൽ വെള്ളം നൽകുന്നു. ഒന്ന് ശുദ്ധമായ പച്ചവെള്ളവും രണ്ടാമത്തേത് ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളവും. എല്ലാ സമയത്തും ഈ എലി ഡ്രഗ്സ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം തന്നെ കണ്ടിന്യൂസ് ആയി കുടിച്ച് അവസാനം അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു. ഇതായിരുന്നു അഡിക്ഷനെ കുറിച്ച് അതുവരെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു പഠനം. ആൻഡ് ഈ പഠനം തെളിയിക്കുന്നത് മറ്റൊന്നുമല്ല, ഡ്രഗ്സ് എല്ലാം തന്നെ പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം അഡിക്റ്റീവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1970കളുടെ അവസാനം കനേഡിയൻ സൈക്കോളജിസ്റ്റായ പ്രൊഫസർ ബ്രൂസ് കെ അലക്സാണ്ടർ ഇതിനെ ചോദ്യം ചെയ്യുന്നത്. എലിയെ കൂട്ടിലിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയാൽ അതെങ്ങനെ ശരിയാകും? നമുക്കതുകൊണ്ട് ഈ പരീക്ഷണം കൂട്ടിലല്ല, ഒരു പാർക്കിൽ വെച്ചാണ് നടത്തേണ്ടത്. അതായിരുന്നു പ്രൊഫസറുടെ നിർദ്ദേശം. അങ്ങനെ കാനഡയിലെ സൈമൺ ഫ്രേസർ യൂണിവേഴ്സിറ്റിയിൽ എലികൾക്ക് വേണ്ടി ഒരു റാറ്റ് പാർക്ക് ഒരുക്കുകയാണ്. എലികൾക്ക് സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിക്കാൻ പറ്റുന്ന കുറച്ചുകൂടി വലിയൊരു എൻവയൺമെന്റ്. അവിടെ എലികൾക്ക് കഴിക്കാൻ ചീസും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ട്, കളർ ബോൾസും മറ്റ് കളിപ്പാട്ടങ്ങളും ഉണ്ട്. എലികൾക്ക് സ്വൈര്യ വിഹാരം നടത്താനുള്ള സ്പേസ് ഉണ്ട്, ഉല്ലസിച്ച് അർമാദിക്കാൻ പറ്റുന്ന ടണലുകളുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി, സൗഹൃദം സ്ഥാപിക്കാൻ മറ്റെലികളും ഉണ്ട്. ആ പാർക്കിലേക്കാണ് 2 ബോട്ടിൽ വെള്ളവുമായിട്ട് പ്രൊഫസർ എത്തുന്നത്. ഒന്ന് ശുദ്ധമായ പച്ചവെള്ളവും മറ്റേത് മോർഫിൻ എന്ന ഡ്രഗ് മിക്സ് ചെയ്ത വെള്ളവും. ആ പരീക്ഷണത്തിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്നറിയോ? കൂട്ടിൽ ഒറ്റപ്പെട്ടു പോയ എലി തന്റെ മുന്നിൽ കുടിക്കാൻ ശുദ്ധമായ പച്ചവെള്ളം ഉണ്ടായിട്ടും എപ്പോഴും പ്രിഫർ ചെയ്തത് ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളമായിരുന്നെങ്കിൽ, ഈ റാറ്റ് പാർക്കിൽ മറ്റെലികളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ അവസരം കിട്ടിയ എലികൾ എല്ലായ്പ്പോഴും പ്രിഫർ ചെയ്തത് ശുദ്ധമായ പച്ചവെള്ളം മാത്രമായിരുന്നു. ഇതിനു മുമ്പ് കൂട്ടിൽ ഒറ്റപ്പെട്ടു പോയ സമയത്ത് പച്ചവെള്ളത്തിന് പകരം ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന എലികൾ പോലും പാർക്കിൽ വന്നപ്പോ ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളത്തിന് പകരം ശുദ്ധജലം കുടിച്ചു തുടങ്ങി. അഡിക്ഷന്റെ കാരണം ലഹരി പദാർത്ഥങ്ങളല്ല, അതൊരുവൻ അകപ്പെട്ടിരിക്കുന്ന കൂടാണ്. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ സാധിച്ചപ്പോൾ ലഹരി ഉപേക്ഷിച്ച എലികളെ പോലെ തന്നെയാണ് മനുഷ്യരും. സന്തോഷത്തോടെ മറ്റുള്ളവരുമായി കണക്റ്റഡായി ജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മനുഷ്യൻ പലതരത്തിലുള്ള ലഹരികൾ തേടി പോകുന്നത്. അഡിക്ഷന്റെ വിപരീതം സ്വബോധമല്ല, അത് കണക്ഷനാണ്. ഒരു എലിയെ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, അള്ളാനെ സൂക്ഷിക്കണം, കുടുംബ ബന്ധത്തെ സൂക്ഷിക്കണം. എത്ര വ്യക്തമാണത്! കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഞങ്ങളവിടെ നടന്ന ഈ ലഹരി വിരുദ്ധ ഒരു സെമിനാറിൽ ഒരു എക്സൈസ് ഓഫീസർ പറഞ്ഞത്, മാതാക്കളിൽ നിന്ന് കൃത്യമായി ഭക്ഷണം കഴിച്ച് സംതൃപ്തി കിട്ടാത്ത, പൂർത്തിയാവാത്ത മക്കളാണ് ലഹരിയിലേക്ക് പോയ കുട്ടികളിൽ അധിക പേരും അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എത്ര ഗൗരവത്തിലാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. മസ്കൻ, വീടിന് പറയുന്ന പേര് മസ്കൻ, സമാധാന സ്ഥലം എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ എല്ലാ വീടും നല്ല സമാധാനഗേഹമായി മാറേണ്ടതുണ്ട്. എല്ലാ വീടും നല്ല സമാധാനഗേഹമായി നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മളെ മക്കളിൽ നല്ല അന്തരീക്ഷം ഉണ്ടാകുന്നത്, അവർ നന്നായി ജീവിക്കുന്നത്, അവർ കഞ്ചാവിലേക്കും മയക്കുമരുന്നിലും പോകാതിരിക്കുന്നത്. 19ഉം 20ഉം വയസ്സുള്ള 2 ചെറുപ്പക്കാരെയും കൂട്ടി ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അവർ തൊട്ട് മുമ്പത്തെ റമദാനിൽ 30 ദിവസം നോമ്പ് വെച്ചിട്ടുണ്ട്, 30 ദിവസവും മഗ്‌രിബിന് ശേഷം കഞ്ചാവ് എടുത്തിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, എന്താ കാരണം? ഒന്നുമല്ല, വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ പ്രയാസങ്ങളുണ്ട്, കുറേ വിഷയങ്ങളുണ്ട്, ഒരു സ്വസ്ഥത കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര അസ്വസ്ഥത, അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയാണ് ഞാനിത് കഴിച്ചത്. മക്കൾ കഞ്ചാവിലേക്കോ മയക്കുമരുന്നിലേക്കോ പോകുമ്പോൾ ഉടനെ അസ്വസ്ഥരാകുന്ന, അവരെ കൈകാര്യം ചെയ്യുന്ന മാതാപിതാക്കൾ ഒരിക്കലും തന്നെ തങ്ങളെ ഉത്തരവാദിത്ത വീഴ്ച കൊണ്ടാണ് സംഭവിച്ചതെന്ന് ഓർക്കാറില്ല. 24 വയസ്സുകാരനുമായിട്ടാണ് ഒരു ഉമ്മ വരുന്നത്. അവൻ അശ്രദ്ധമാണ്, ഏൽപ്പിച്ച ജോലി ചെയ്യുന്നില്ല, ഏൽപ്പിച്ചു കൊടുത്ത സമ്പത്ത് കൈകാര്യം ചെയ്യുന്നില്ല, ഹോട്ടൽ കൈകാര്യം ചെയ്യുന്നില്ല. അങ്ങനെ അവൻ ഒരു കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് മറ്റൊരു ദിവസം വിളിച്ചൊരു അപ്പോയിൻമെന്റ് എടുത്ത് വരുന്നു. അവൻ പറഞ്ഞത്, സർ, ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ വീട്ടിൽ മാതാപിതാക്കൾ തമ്മിൽ അസ്വസ്ഥരാണ്. അപ്പോൾ എനിക്കറിയാം, പിതാവ് തഹജ്ജുദ് നിസ്കരിക്കുകയും സുബഹിക്ക് ജമാഅത്ത് പോവുകയും ചെയ്യുന്ന വ്യക്തിയാണ്. മാതാവ് എല്ലാവിധ സലാത്തിലും ദിക്ർ ഹൽക്കലുകളൊക്കെ പങ്കെടുക്കുന്ന സ്ത്രീ തന്നെയാണ്.
പക്ഷെ വീട്ടിൽ രണ്ടുപേരും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന നിലയിൽ പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കുന്നു. +2 പഠിക്കുന്നത് വരെ എനിക്കോ എൻ്റെ സഹോദരിക്കോ ഒരു സ്വസ്ഥതയുണ്ടായിരുന്നില്ല സർ. +2 പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് വേദനയോടുകൂടി എൻ്റെ വിഷമങ്ങൾ അവതരിപ്പിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞതാണ്, ഒരു പരിഹാരം പറഞ്ഞു തന്നു. അത് കഞ്ചാവ് കഴിക്കുക എന്നുള്ളതാണ്. അന്ന് ഞാൻ കഞ്ചാവ് കഴിച്ച അന്നാണ് സർ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സമാധാനത്തിൽ കിടന്നുറങ്ങിയത്. അതിനുശേഷം ഞാൻ അതിൻ്റെ അഡിക്റ്റായി. ഞാൻ ചെയ്യാത്ത കുറ്റങ്ങളില്ല. ഞാൻ ഇപ്പൊ വന്നത് സർ ഒന്ന് മരിക്കാനുള്ള വഴി പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാനാണ്. ആരാണ് കൂട്ടരെ ഉത്തരവാദി? ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് മാതാവും ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ് പിതാവും പരസ്പരം കലഹം കൂടുമ്പോ നമ്മൾ ഓർക്കാതെ പോകുന്നു. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കുന്നത് പോലെ കുടുംബ ബന്ധത്തെ സൂക്ഷിക്കണമെന്ന ഗൗരവകരമായ വാക്ക് നിങ്ങൾ ഓർക്കാതെ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സരണി ഈ വന്ന കുടുംബങ്ങളൊക്കെ തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ വീട്ടിലെ ഹാളിൽ, സെൻട്രൽ ഹാളിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടി തന്നു. ആ ക്യാമറയുടെ സ്ക്രീന് പരിശോധിക്കുന്നത് സരണിയുടെ ഇവിടുത്തെ ഹാളിൽ വെച്ചിട്ടാണ്. എങ്കിൽ വന്ന സമീപനായിരിക്കോ തിരിച്ചു പോയാൽ പിന്നെ ഹാളിൽ വീട്ടിലുണ്ടാകുക? ആയിരിക്കോ? കാരണം എന്താ, സരണിയുടെ ക്യാമറ കാണുമ്പോൾ ഒക്കെ മാതാവിനൊരു ബോധം ചൊറയുണ്ടാക്കേണ്ട ക്യാമറയിൽ കാണും, പിതാവിനൊരു ബോധം ചൊറയുണ്ടാക്കേണ്ട ക്യാമറയിൽ കാണും. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അള്ളാഹു നിങ്ങളെ ഓരോ സെക്കൻഡിലും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു ബോധമുള്ള രക്ഷിതാവ് അസ്വസ്ഥനായി എന്തെങ്കിലും വിളിച്ചു പറയുന്നതിന് മുമ്പ് അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു എന്നുള്ള ബോധമുണ്ടാവുകയും അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും. ആ മക്കൾ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളാവാതെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റും. മറ്റൊരു കേസ് എന്താ, നാട്ടിലെ റൗഡിയായിട്ടുള്ള, നാട്ടിലെ വളരെ മോശമായ പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ നടക്കുന്ന റാക്കറ്റിൽ പെട്ടിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ചൂണ്ടയിൽ കൊത്തി കെണിഞ്ഞ് ജീവിതം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പെൺകുട്ടികൾ പോയ, അങ്ങനെ പോകുന്ന പെൺകുട്ടികളെയും പല ഘട്ടത്തിൽ വന്ന് സംസാരിച്ചപ്പോൾ അവരൊക്കെ പോകാൻ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കാരണമേ പ്രധാനമായി ഉണ്ടായിരുന്നുള്ളൂ, വീട്ടിലെ മനസ്സമാധാനമില്ലായ്മയാണ്. ഗൾഫ് രാജ്യത്ത് ഒരു സ്ഥലത്ത് ഞാൻ ഒരു കേസ് കൈകാര്യം ചെയ്യാൻ പോയിരുന്നു. ആ കുട്ടി എന്നോട് പറഞ്ഞത്, ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ, ചേട്ടൻ്റെ സ്വഭാവം ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഒരൊറ്റ ഒരു ആഗ്രഹമേ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഭർത്താവിനെ കുറിച്ച്, എൻ്റെ ഇണയെക്കുറിച്ച്. അതെന്താണെന്നറിയോ? വാപ്പനെ പോലെ ആവാൻ പാടില്ല. കാരണം വാപ്പയും ഉമ്മയും തമ്മിൽ ഞാൻ കാണുന്നുണ്ട്. ഈ ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ അത് ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ കൂടെ പോയത്. ചതിവ് എനിക്കറിയില്ലായിരുന്നു, എന്നെ ചൂഷണം ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 19 വയസ്സുള്ള പെൺകുട്ടി 39 വയസ്സുള്ള ഒരുപാട് സ്ത്രീകളുമായി ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ നടത്തിയ വ്യക്തിയുമായി പോയി തിരിച്ച് പിടിച്ചു കൊണ്ടുവന്ന് സംസാരിക്കുമ്പോൾ പോലും അവൾക്ക് താൻ ഒരു ചതിയിൽപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാ? അത് അവളുടെ പ്രശ്നം പരിഹരിച്ച് നോക്കിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. കുടുംബം എന്നും പ്രശ്നത്തിലാണ്, മാതാപിതാക്കൾ എന്നും ഫൈറ്റിലാണ്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം. ഈ ഒരു സന്ദേശം മാത്രം നിങ്ങൾ ഓർത്ത് അള്ളാഹുവിൻ്റെ നിരീക്ഷണം കൃത്യമായി ബോധ്യപ്പെട്ട് നമ്മൾ വീടുകളിലേക്ക് പോകുകയാണെങ്കിൽ ഒരു പരിധി വരെ കുടുംബ ബന്ധങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമരായ ആൾക്കാർ ആരാണ്? ഖുർആൻ പഠിച്ചവർ മുഴുവൻ സമയം ഖുർആൻ ഓതിയിരിക്കുന്നതാണോ? ദിക്ർ ചൊല്ലൽ പുതിയ രീതി അതാണ്. ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, അത് വാട്സപ്പിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക, അതിനെണ്ണത്തുമ്മൽ പിടിച്ചിട്ട് എന്തോ ഒരു ഔന്നിത്യത്തിൽ നിർത്തിയതുപോലെ ചിന്തിക്കുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞത്, ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആൾക്കാർ നിങ്ങൾ കുടുംബത്തിൽ നല്ല പെരുമാറ്റക്കാരാണ്. തനി സ്വഭാവം കുടുംബത്തിലാണല്ലോ പുറത്തേക്ക് വരിക. കുടുംബത്തിൽ നല്ല പെരുമാറ്റക്കാരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആൾക്കാരെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പ്രവാചകർ സ്വന്തമായി സർട്ടിഫൈ ചെയ്യുന്നു, അന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ നിങ്ങളിൽ ഉത്തമരാണ്, ഞാൻ എൻ്റെ കുടുംബത്തോട് പെരുമാറ്റത്തിൽ, എൻ്റെ കുടുംബത്തോടുള്ള പെരുമാറ്റത്തിൽ.
അതാണ് ഹസരത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പ്രവാചകരുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോ കാന ഖുലുഖുഹു വൽ ഖുർആൻ, ഖുർആനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കുടുംബ ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ട രീതി, കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമാണ് കുടുംബം. ഞാൻ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഏതോ ഒരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് എൻ്റെ കൂടെ കൊണ്ടുവരലോടുകൂടെ പിന്നെ ഞാനും അവളുമാണ് കുടുംബം. ആദമിനെ സൃഷ്ടിച്ചു അള്ളാഹു, പിന്നെ ഹവ്വ ബിബിയെ സൃഷ്ടിച്ചു. സ്വർഗത്തിലെ സർവ്വവിധ സൗകര്യങ്ങൾക്കിടയിലും ആദമിനെ സൃഷ്ടിച്ചിട്ട് എന്തോ ഒരു പോരായ്മയുടെ പരിഹാരമായി ഹവ്വ ബിബിയെ സൃഷ്ടിക്കുമ്പോൾ സ്വർഗീയ സുഖങ്ങളുടെ സൗകര്യങ്ങൾക്കിടയിലും ഭാര്യ എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്ത്, അതിലിടയിലുള്ള ഒരു സ്വർഗീയ പര്യായമായി നമുക്ക് ബോധ്യപ്പെടുന്നു. ആദമിന് അലൈഹി ഇസ്ലാമിന് ഭാര്യ ഹവ്വ ബീവിയെ കിട്ടുമ്പോൾ അതോടുകൂടി കുടുംബം ആരംഭിക്കുന്നു, അവർക്ക് മക്കളുണ്ടായി. അതന്നെയാണ് ആ ആയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമാണ് കുടുംബം. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്, പരിഗണന എന്ന് പറയുന്നത്, ഞാനും എൻ്റെ ഭാര്യയും മക്കളുമാണ്. അതോടൊപ്പം എനിക്ക് മാതാപിതാക്കളുടെ കടമകൾ നിർവഹിക്കേണ്ടതുണ്ട്, സഹോദരി സഹോദരന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്, അത് സമൂഹത്തോട് നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവരെയാണ് ഞാൻ ചേർത്ത് പിടിക്കേണ്ടത്, ഇവരെയാണ് ഞാൻ ചേർത്ത് പിടിക്കേണ്ടത്. അവിടെയാണ് നീ നിന്നെയും നിന്റെ കുടുംബത്തെയും നീ സംരക്ഷിക്കുക നരകത്തിൽ നിന്ന്. അപ്പൊ ഞാൻ ഈ ചേർത്ത് പിടിക്കൽ അനിവാര്യമാണ്. അതേ അവസരത്തിൽ എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളൊക്കെ വരുമ്പോൾ അതൊരു ജോയിന്റ് ഫാമിലി ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇനി കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്തറിയോ? കൂടുമ്പോൾ ഇമ്പം എന്നാണ്. അതിന്റെ അർത്ഥം, വീട്ടിലൊരു ഇമ്പമില്ല എങ്കിൽ, വീട്ടിൽ ആസ്വാദനമില്ല എങ്കിൽ അതിനെ കുടുംബം എന്ന് പറയാൻ പറ്റൂല എന്നുള്ളതാണ്. മനോഹരമായ ഒരു ഉദാഹരണമാണ് ഈ ഇമേജുകൾ കാണുന്നുണ്ടാവും. വ്യത്യസ്ത ഉപകരണങ്ങളാണ്, മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ഉപകരണങ്ങളാണ്. ഓരോ ഉപകരണത്തിൻ്റെയും ശബ്ദം വ്യത്യസ്തമാണ്. ഇപ്പൊ കണ്ട, ഒരു കുട്ടി നടക്കുമ്പോൾ അതിൻ്റെ ശബ്ദം വേറൊന്നാണ്, വേറൊരു മുതിർന്ന ആൾ സംസാരിക്കുമ്പോൾ ശബ്ദം വേറൊന്നാണ്, വീട്ടിലെ ഉപ്പാപ്പാന്റെ ശബ്ദം വേറൊന്നാണ്, കുട്ടികളെ ശബ്ദം വേറൊന്നാണ്. നിങ്ങളിപ്പോൾ കുടുംബമാണ് ഇവിടെ ഉള്ളത്, നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചങ്ങ് ശബ്ദിച്ചാൽ, ഒന്നിച്ചങ്ങ് ഒച്ചയിട്ടാൽ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം? പലർക്കും അത് അസ്വാരസ്യമായിട്ട് ഫീൽ ചെയ്യുന്നു, പലർക്കും അസ്വാരസ്യം. ഇവിടുന്ന് ചില പുരുഷന്മാർ കുറെ ആർഗ്യുമെന്റ് നടത്തുന്നു, സ്ത്രീകൾ തിരിച്ചാർഗ്യുമെന്റ് നടത്തുന്നു, ശബ്ദങ്ങൾ അസ്വാരസ്യമായി മാറുന്നു. എന്നാൽ ഈ വ്യത്യസ്തമായ ശബ്ദങ്ങളെ ഒരു റൂമിലിരുന്ന് കുറച്ചാൾക്കാർ ഒരു പ്രത്യേക രീതിയിൽ ആ ശബ്ദം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മനോഹരമായ ഒരു മ്യൂസിക്കാണ്. മണിക്കൂറുകളോളം കേട്ടാൽ മതി വരാത്ത ഒരു മ്യൂസിക്കാണ്. ഇതാണ് കൂട്ടരെ കുടുംബം എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികൾ മുതൽ വളരെ പ്രായമായവർ വരെയുള്ളവർ ചേർന്നിട്ടുള്ള ഒരു ബന്ധമുണ്ട്, അഭേദ്യമായ ബന്ധം. ഈയിടെ എൻ്റെ അടുത്തേക്ക് ഒരു കുട്ടി കൗൺസിലിങ്ങിന് വന്നത് 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയാണ്. പഠനത്തിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഒരു ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പിതാവ് കൊണ്ടുവന്ന് സംസാരിച്ച് നോക്കുമ്പോൾ അത് തുടങ്ങിയത് ഉമ്മാൻ്റെ ഉമ്മ 84 വയസ്സുള്ള വല്യുമ്മ മരിച്ചതിന് ശേഷമാണ്. ഞാൻ മോളോട് ചോദിച്ചു, എന്താ മോളെ വല്യുമ്മയുമായിട്ടുള്ള ബന്ധം? അവള് പറഞ്ഞത്, ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ എൻ്റെ വല്യുമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഡോറിൻ്റെ അടുത്ത് നിന്ന് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. ഉമ്മാൻ്റെ ഉമ്മ മരിച്ചിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ അത് അസ്വസ്ഥമാകുന്നുവെങ്കിൽ ആ സഹോദരിയുടെ സ്വഭാവമാണ് കൂട്ടരെ. ആ കുട്ടികളുടെ ഓരോ പ്രാർത്ഥനയിലും ആ സഹോദരി ഉണ്ടാകും. എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ മരിച്ചാൽ എൻ്റെ മോനും മോളും കൈ ഉയർത്തുമ്പോ ഞാനതിൽ വരുമെന്ന്? എത്ര പേർക്ക് പറയാൻ പറ്റും? അവിടെയാണ് ഞാൻ നല്ലൊരു മാതാപിതാക്കളാണ്, ഞാൻ നല്ലൊരു സൈക്കോളജിസ്റ്റാണ്. ഒരുപാട് ആൾക്കാരുടെ മാനസികമായ വിഷമങ്ങൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മരണത്തിൽ വേദന പൂണ്ടവരുടെ വിഷമങ്ങൾ പരിഹരിക്കാൻ എനിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മാന്റെ ഉപ്പാന്റെയും കബറിടത്തിൽ പോയിട്ട് ഞാൻ കരയാതെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കാരണം അതെനിക്കൊരിക്കലും പരിഹാരമല്ല, അതിന് പരിഹാരമില്ല. അവരെനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത്, വേദനിച്ചത്, ഉറക്കൊഴിച്ചതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മയിൽ വരും. ഈ അടുത്ത് എൻ്റെ മകന്റെയും മകളെയും നിക്കാഹ് വന്നപ്പോ ഞാൻ ആ കബറിടത്തിൽ പോയി പറഞ്ഞു, ഉമ്മ ഉപ്പ അങ്ങളില്ലാതെ എന്ത് നിക്കാഹ്? അതുകൊണ്ട് നാളെ ഇന്നടുത്ത് നിക്കാഹ് നടക്കുമ്പോ
നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് നിക്കാഹ് നടത്താൻ പറ്റൂല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മക്കളുടെ മനസ്സിൽ കയറിക്കൂടാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇത്ര വലിയ ദുരന്തം മറ്റൊന്നും നമുക്കുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ അത്ര ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? കൂടുമ്പോൾ ഇമ്പമുണ്ടാവുക. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മദ്രസയിലേക്ക് സ്കൂൾ പോയ കുട്ടികൾ വൈകുന്നേരം തിരിച്ചു വരുന്നു. കിടന്നുറങ്ങിയ കൊച്ചുകുട്ടികൾ എഴുന്നേക്കുന്നു. ജോലിക്ക് പോയവരൊക്കെ തിരിച്ചു വരുമ്പോൾ എല്ലാവരും കൂടുന്ന ഒരു സമയമുണ്ട് വൈകുന്നേരം. ചിലർ പറയും ഭയങ്കര ടെൻഷൻ പിടിച്ച സമയമാണ് വൈകുന്നേരം എന്നാ. ആ ടെൻഷൻ പിടിച്ച സമയത്തെ നിങ്ങൾ ഏറ്റവും നല്ല പീക്ക് ടൈമായി ആസ്വാദനത്തിന്റെ സമയമാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളാണ് കൂട്ടരെ നല്ല കുടുംബനാഥൻ. അല്ലാതെ നല്ല ഭക്ഷണം കൊടുക്കുന്ന നല്ല ആസ്വാദനകര അവസരം അതൊന്നല്ല, മറ്റ് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കലല്ല, സമ്പത്ത് കൊടുക്കലല്ല. 1000 കോടി ആസ്തിയുള്ള ഒരാൾ വന്ന് കരയുന്നു, ഒന്നുമല്ല, മോൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, മോന്റെ ഭാര്യ നമ്മളെ കുടുംബവുമായിട്ട് ഇണങ്ങിച്ചേരുന്നില്ല. ചെറിയ ചെറിയ വിഷയങ്ങൾ ആയിരങ്ങളുടെ സമ്പാദ്യത്തിന്റെ വലിപ്പമൊന്നും നിങ്ങളുടെ മനസ്സിന് ഏശുകയില്ല എന്നുള്ളതാണ്. 1-2 ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ആ ഉമ്മാമ്മന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. ഇന്ന് ഗുളി എടുക്കേണ്ടി വരൂല. ഉമ്മാമ്മ ഇങ്ങനെ കാത്തിരിക്കുക മക്കള് വരാൻ. മക്കൾ ഓടി ഉമ്മാമ്മന്റെ അടുത്തേക്ക് വന്നവന് ഉമ്മാമ്മയായിട്ടൊരു കളിയുണ്ട്. വീടുകളിൽ ഒരു കാലത്ത് ഉമ്മാമ്മ എന്ന് പറയുന്നത് കുട്ടികളുടെ ഹരമാണ്. ഇന്ന് ഉമ്മാമ്മനെ വാതിലിന് മുട്ടിയാൽ ആരാ മുട്ടുന്നത്? അതിന്റെ ഉള്ളിൽ എന്താ? യൂട്യൂബിൽ എന്താ? അല്ലാഹു സലാമത് അല്ലാഹു സലാമത് അല്ലാഹു സലാം. ഉമ്മാമ്മക്ക് സമയം കുറവായതുകൊണ്ട് സ്പീഡിൽ വെച്ച് സല്ലല്ലാഹു 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 സല്ലല്ലാഹു. എവിടുന്ന് കിട്ടി ഈ കൾച്ചർ? നിങ്ങളുടെ ഈ രാജ്യത്തിന്റെ ഈ ലോകത്തിന്റെ സമ്പത്തായ മക്കളെ അവർ ഓരോ നിമിഷവും ചേർത്ത് പിടിച്ച് അവർക്ക് നല്ല അക്ഷരങ്ങളും അവർക്ക് അധ്യാപനങ്ങളും അവർക്ക് സ്വഭാവ മഹിമകളും പഠിപ്പിച്ച് വളർത്തുന്ന ഉമ്മാമ്മമാർ ഇപ്പൊ യൂട്യൂബിലാ. അതിലിങ്ങനെ മതിമറക്കുക. അതും കഞ്ചാവൊക്കെ വേറെ അർത്ഥത്തിലുണ്ടല്ലോ. വേറെ ഏതോ ഒരു പ്രശ്ന പരിഹാരത്തിന്റെ ആസ്വാദനത്തിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കാതെ ഞാൻ ഏതോ ഒരു ആത്മീയ ആസ്വാദനത്തിലേക്ക് ഞാൻ മാറുന്നുവെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ അടിയിലെ മണ്ണുകൾ ഒലിച്ചു പോകുമെന്നുള്ളതാണ്. ഉമ്മമാർക്ക് പോലും ഇപ്പോ മക്കൾക്ക് ഭക്ഷണം കൃത്യമായി കൊടുക്കാൻ നേരമില്ല. അതിന്റെ പ്രത്യേകത അതാണ് നേരത്തെ പറഞ്ഞത്. ആ എക്സൈസ് ഓഫീസർ പറഞ്ഞത്, കൃത്യമായ ഭക്ഷണം മക്കൾക്ക് കൊടുത്ത് ആ മക്കളുടെ ചുണ്ടിന്റെ ഒരു സംതൃപ്തി ഉണ്ട്. ആ ചുണ്ടിലൂടെ മനസ്സിന്റെ സംതൃപ്തി പൂർത്തിയാവാത്ത മക്കൾ, ആ മക്കൾക്കാണ് ഇങ്ങനെയുള്ള സാധനം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടായിട്ടുള്ളത് എന്ന അനുഭവത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്തേ കാരണം? നമ്മൾ മറ്റു പലതിലും എൻഗേജ് ആണ്. എൻ്റെ മക്കളെ പോറ്റി അവരെ വളർത്തി അവരെ ഉയർത്തിലെത്തി. എനിക്ക് മരിക്കുമ്പോൾ സമ്പാദ്യമില്ലാത്തത് കൊണ്ട്, സമ്പാദ്യം എനിക്കില്ല, അതുകൊണ്ട് തന്നെ ജാരിയായ സ്വതക്ക ചെയ്യാൻ പറ്റിയിട്ടില്ല, വലിയ അറിവൊന്നും എനിക്കുണ്ടായിട്ടില്ല, ഇൽമൊന്നും പകർന്നു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ മരിച്ചാൽ എൻ്റെ സർഗ അമലുകളും നിന്നു പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാവണമെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി, കുടുംബത്തിന്റെ ഉത്തരവാദിത്തമായി മക്കളെ പോറ്റുക എന്നുള്ളത്, വളർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയായി മാറേണ്ടതുണ്ട്. ആ ഉമ്മാന്റെ ഒക്കെ ഒരു മനസ്സിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച്. ഇതൊക്കെ വീടുകളിൽ നമുക്ക് സൃഷ്ടിക്കാവുന്നതാണ്. ഇതൊന്നും അപ്രാപ്യമായ സംഗതികളല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വീട് മസ്കൻ സമാധാന സ്ഥലമായിരിക്കണം. അതിനുള്ള അനുഭവങ്ങളും അതിനുള്ള അവസരങ്ങളും അവിടെ നമ്മൾ സൃഷ്ടിക്കണം. അടുക്കള ഒരിക്കലും ഒരു മരണ മുറിയാവുക എന്നതല്ല പറഞ്ഞിട്ടുള്ളത്. ഇനി മാതാപിതാക്കളും മക്കളും തമ്മിലെ സ്നേഹത്തിന്റെ പറഞ്ഞത്, മാതാവും സ്നേഹിക്കും മക്കളെ, പിതാവും സ്നേഹിക്കും മക്കളെ.
നിങ്ങൾ മക്കളിങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണ്? മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുന്നത് മക്കൾ കാണണം. നമ്മളോ മക്കൾ കാണത്തക്ക സ്നേഹപ്രകടനമൊന്നും നടക്കൂല. നടത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും. അടിയോ അവരെ സാന്നിധ്യത്തിൽ കൃത്യമായി നടക്കും. അപ്പൊ കുട്ടികൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഞാനിത് പറഞ്ഞപ്പോൾ പാലക്കാട് ജില്ലയിലെ ഒരു സ്കൂളിലെ PTA പ്രസിഡന്റ് പറഞ്ഞു, ഞാനും മക്കളൊക്കെ കൂടി, ഭാര്യയും മക്കളൊക്കെ കൂടി ഇങ്ങനെ മേശമേരുന്ന് കുറെ തമാശ പറയാറുണ്ട്. ഒരിക്കൽ ഞാൻ ഭാര്യൻ്റെ ഇങ്ങനെ മുഖത്ത് തൊട്ടിട്ട് കരൾ പോയിട്ട് ഭക്ഷണം കൊണ്ടേക്കെന്ന് പറഞ്ഞപ്പോൾ ഒരു മോൻ ചോദിച്ചു പെട്ടെന്ന്, അപ്പൊ ഉപ്പ ഉമ്മായിട്ട് ലൈനാണല്ലേ എന്ന്. ഉപ്പ പിന്നെ ആരെ ലൈനാക്കേണ്ടത്? ഉമ്മയോട് കയർത്ത് സംസാരിക്കുന്ന, ഉടക്കി സംസാരിക്കുന്ന ഉപ്പ മറ്റ് സ്ത്രീകളോട് മയത്തിൽ സംസാരിക്കുമ്പോൾ ഈ കുട്ടി പിന്നെ തിരിച്ചല്ലേ ചിന്തിക്കുക? കണ്ടാളോടല്ലേ ലൈനല്ല, ഉമ്മാനോട് മാത്രം ഇല്ലാന്ന്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയാണ് ഇസ്ലാം നമ്മൾ ഇടപെടുന്നത്. അടുക്കള നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മരണ വീടാവേണ്ടതല്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സരണിയിൽ ഇങ്ങനൊരു വാർഷികത്തിന് ഒന്ന് തിരിച്ചു പോയിട്ട് കുടുംബത്തിലെ അവസ്ഥക്കൊരു മാറ്റം വന്നാൽ ഈ സംഘാടകരുടെ സംഘാടനത്തിന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലവും അവരുടെ സംതൃപ്തിയും ഒരിക്കലും ചെറുതാവുകയില്ല. എവിടെയെങ്കിലും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത, നിങ്ങളെ നിയന്ത്രണത്തിലല്ലാത്തതുണ്ടോ? പരിഹരിക്കാൻ സംവിധാനങ്ങളുണ്ട്. അതിനാണ് ധാരാളം സൈക്കോളജിക്കൽ മേഖലകളുണ്ട്. എന്തായാലും ഒരു തീരുമാനം എടുത്തേ മതിയാവൂ. എൻ്റെ കുടുംബത്തിൽ മാറ്റമുണ്ടാവണം. കുടുംബം തുടങ്ങുന്നത് വൈവാഹിക ജീവിതത്തിലൂടെയാണ്. തുടക്കം തന്നെ കുഴപ്പമുണ്ടാവരുതല്ലോ, തുടക്കം തന്നെ പ്രശ്നമാവരുതല്ലോ. നിക്കാഹ് എന്നൊക്കെ പറഞ്ഞാൽ പിരിക്കുക എന്നുള്ളതാണ്. വളരെ നിസ്സാരമായ ചകരിനാരിനെ പിരിച്ച് വടമായി മാറി മല്ലന്മാർ പോലും വലിച്ചാൽ പൊട്ടാത്ത വടമാകുന്നത് പോലെ ഒരിക്കലും വേർപിരിയാത്തതായിട്ട് മാറണം. നേരെ മറിച്ച് ഇപ്പോ പിരിക്കുമെന്ന് തന്നെ ആശങ്ക, ഇത് വേർപിരിയോന്നാ. അപ്പൊ വേർപിരിയാത്ത ശക്തമായ ഒരു പിരിക്കൽ സംഭവിക്കണം. അതാണ് നിക്കാഹ് എന്നത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നാട്ടാചാരം നടക്കുമ്പോ ആ നാട്ടാചാരത്തിൽ ഇസ്ലാമിനെ പരിഗണിക്കാൻ പറ്റണം എന്നാ പറയുന്നത്. തുങ്കഹുൽ മർഹത്തു ബി അർബ എന്ന് പറഞ്ഞിട്ട് സാധാരണ പരിഗണിക്കാറുള്ളത് സമ്പത്താണ്, സൗന്ദര്യമാണ്, തറവാടാണ്, സംസ്കാരമാണ്. സമ്പത്ത് പരിഗണിക്കുമ്പോൾ സൗന്ദര്യം പരിഗണിക്കുന്നു, തറവാട് പരിഗണിക്കുന്നു, സംസ്കാരം പരിഗണിക്കുന്നു. പക്ഷേ ഇസ്ലാം പറഞ്ഞത് ഫൾഫർ ബിദാത്തിദ്ദീൻ, ദീന് പരിഗണിക്കണം എന്നാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, കുറേ ആ മേഖലയിൽ പോകാനുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് എൻ്റെ വീട്ടിലേക്ക് കടന്ന്, എൻ്റെ വീട്ടിലിപ്പോൾ 142 കുടുംബാംഗങ്ങളുണ്ട്. 153 ഉണ്ട്, കുറച്ചാൾക്കാർ മരിച്ചു, ഇപ്പൊ 140. ഉപ്പ ഉമ്മവും 11 മക്കളും 142 പേരുണ്ട്. ഇതാ പുതുതായിട്ട് ഒരാൾ കടന്നു വരാൻ വേണ്ടി പോവാണ്. ഈ 142 പേരോടും അദ്ദീനു അൻ നസീഹ, ഗുണകാംക്ഷയാണ് ദീന്. ദീന് നസീഹത്തുള്ള ഗുണകാംക്ഷയുള്ള ഒരാൾ കടന്നു വരണം. അല്ലെങ്കിൽ എൻ്റെ മുഴുവൻ സമാധാനവും, ഞങ്ങളുടെ മുഴുവൻ സമാധാനവും നഷ്ടപ്പെടും. അതിന് പരിഗണിക്കേണ്ടത് അവളും അവനും വളർന്ന സാഹചര്യത്തിലുള്ള അവന്റെ സ്വഭാവവും അവന്റെ പരിഗണനയും അവന്റെ സമീപനവും ഒക്കെ പരിഗണിക്കണം. അതിന്റെ കൂടെ മറ്റൊക്കെ ഉണ്ടാകുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പരിഗണിക്കേണ്ടത് അതാണ്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പരിഗണനയിൽ ഫസ്റ്റ് തന്നെ തെറ്റുമ്പോ, ആണല്ലോ, പരിഗണനയിൽ ഫസ്റ്റ് തന്നെ തെറ്റുമ്പോ നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ, കുടുംബ സൗഹൃദത്തിന്റെ താളം തെറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തിനാണ് കല്യാണം, വിവാഹം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഇവിടെയും വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്തിനാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്നത്. വിവാഹത്തിലൂടെ സംഭവിക്കും, വിവാഹം എന്നതിൽ തസ്കുനു ഇലൈഹ, അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സമാധാനത്തിനാണ് വിവാഹം. വിവാഹം മനസ്സമാധാനത്തിനാണ്. അപ്പൊ വിവാഹം മനസ്സമാധാനത്തിനാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിച്ചാൽ മനസ്സമാധാനം കിട്ടണം. ഞാനിത് റിയാദിൽ ഒരു ക്ലാസ്സിൽ ഒരു ഇതേപോലെ ഒരു സദസ്സ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് വന്നിട്ട് പറയാം,
ഞാൻ ജോലി കഴിഞ്ഞ് വില്ലയിലേക്ക് വരുമ്പോൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ വണ്ടി സ്ലോ ആക്കി വില്ലൻ്റെ അടുത്ത് പോയി നിർത്തി ഒരു 2 മണിക്കൂർ വണ്ടി തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനാ? മനസ്സമാധാനത്തിനാ, ഓൾ ഉറങ്ങിയിട്ട് പോവാന്ന് വെച്ചിട്ട്. ഖുർആൻ പറയുന്നു മനസ്സമാധാനമാണ് വിവാഹം. അദ്ദേഹം പറയുന്നു അങ്ങോട്ട് പോകാതിരിക്കുമ്പോഴാണ് മനസ്സമാധാനം. തെറ്റിയതായിരിക്കും, ഖുർആനായിരിക്കോ അയാൾക്കായിരിക്കും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സദസ്സിൽ വിവാഹം കഴിച്ച മുഴുവൻ ആൾക്കാരും, വിവാഹം കഴിക്കാൻ പോകുന്നവരും ആലോചിക്കേണ്ടത് എന്താണ് എൻ്റെ വിവാഹം കൊണ്ടുള്ള ഉദ്ദേശം? എന്തിനാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്? 5ഉം 10ഉം കൊല്ലം കഴിഞ്ഞ് വിവാഹം കഴിച്ച ആൾ ഫാമിലി പ്രശ്നമായിട്ട് വന്നാൽ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാ, എന്തിനാ കഴിച്ചതെന്ന്. അയാളിങ്ങനെ തലചൊറിഞ്ഞുകൊണ്ട് പറയാ, ഞാനും ആലോചിച്ചുകൊണ്ട് അതാ എന്തിനാ കഴിച്ചതെന്ന്. മനസ്സിലായിട്ടില്ല. പക്ഷെ വളരെ കൃത്യമായും അതിൻ്റെ ആദ്യത്തിൽ തുടക്കത്തിൽ നിക്കാഹിൽ തന്നെ ഖത്തീബ് ഉസ്താദ് അവനോട് പറഞ്ഞിട്ടുണ്ട് എന്തിനാ വിവാഹം കഴിക്കുന്നതെന്ന്. ഒന്ന്, ശരീരശാസ്ത്രപരമായ ആവശ്യം, ആ ശാരീരിക സംതൃപ്തി നൽകാൻ. അതുവരെ പോറ്റി വളർത്തിയ മകളെ പിതാവ് ഒരുത്തനെ ഏൽപ്പിക്കുന്നത്, ഈ മകളെ ഇന്നു മുതൽ അവരുടെ ശാരീരിക ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നീ പൂർത്തിയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഒരു എഗ്രിമെന്റ്, ബോണ്ട് ഒപ്പിടുകയാണ്. ആ ഏൽപ്പിക്കുമ്പോ ഏറ്റെടുക്കുന്ന വരനും ഏൽപ്പിക്കപ്പെടുന്നവളുമൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ വരനെ സംബന്ധിച്ചിടത്തോളം അവൻ മറ്റെല്ലാ സൗകര്യങ്ങളിലൂടെയും സമ്പത്തും അധ്വാനമൊക്കെ വളഞ്ഞു വന്നെങ്കിൽ പോലും, ഉമ്മയുണ്ട്, സഹോദരിയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവന്റെ ജീവിതത്തിലെ ഏതോ ഒരു ഭാഗം അവിടെ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് ലഭിക്കലോടുകൂടെ അഹ്റസ സുലുസൈ ദീനിഹി, ഈമാന്റെ 2/3 പൂർത്തീകരിക്കും. അവന്റെ മനസ്സ് എന്താണെന്നറിയില്ല, ഒരു ശാന്തമാകുന്നു, അവന്റെ മനസ്സ് വഴിതെറ്റാതിരിക്കുന്നു, അവന്റെ കണ്ണ് കൺട്രോൾ ആകുന്നു. അഹ്റസ സുലുസൈ ദീനിഹി. അപ്പൊ അവൻ അതിനാണ് വന്നതെങ്കിൽ അത് മനസ്സിലാക്കി അവനെ തൃപ്തിപ്പെടുത്താൻ പെണ്ണിയും, അവളെ അതിനാണ് ഏൽപ്പിച്ചതെങ്കിൽ അത് മനസ്സിലാക്കി അവളെ തൃപ്തിപ്പെടുത്താൻ ആണിനും സാധിക്കുമ്പോ അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം എന്ന്. അല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതലല്ല, അത് മാത്രമല്ല നിസ്കരിച്ച് 5 വക്ത് നിസ്കരിക്കുന്ന നോമ്പ്, അത് മാത്രമല്ല ഇസ്ലാം. ഞാനൊരു നല്ല ഭർത്താവാണ്, അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ നല്ല ഒരു മുസ്ലിം ഭാര്യയാവാൻ എനിക്ക് കഴിയണം. അപ്പൊ എന്ത് ചെയ്യണം? എൻ്റെ ഭർത്താവിനെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റണം, എൻ്റെ ഭാര്യയെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റണം. ആ നിക്കാഹിന്റെ സദസ്സിൽ ഖത്തീബ് ഉസ്താദ് ഓതിയിട്ടുണ്ട്, മനിസ്തതാമിങ്കുൽ ബാഅത ഫല്ലതസവജ്. ഓളെ തൃപ്തിപ്പെടുത്താൻ പറ്റുമെങ്കിൽ നീ കല്യാണം കഴിച്ചോ. ഫഇന്നഹു അഗ്ളുൽ ബസർ വഅഹ്സനുൽ ഫർജ്. അതിന്റെ കണ്ണിന് നല്ല സൂക്ഷ്മതയും ഗുഹ്യ ലൈംഗിക അവയവത്തിന് അത് ഗുണമൊക്കെ നൽകുന്ന കാര്യമാണ്. പക്ഷേ ഒമല്ലം വ്യസ്തത്തെ അതിന് പറ്റൂലെങ്കിൽ ഫലൈഹി ബിസോം, നീ നോമ്പെടുത്തിട്ട് വികാരത്തെ മാനേജ് ചെയ്തോ, ദയവ് ചെയ്ത് കൗൺസിലിങ്ങിന് വഴി ഉണ്ടാക്കരുത് എന്ന് ഖത്തീബ് ഉസ്താദ് പറഞ്ഞിട്ട് ചെറുക്കനോടൊരു ചോദ്യമുണ്ട്, എന്നാ പിന്നെ റെഡിയല്ലേ എന്ന്. ഓൻ ആന്ന് പറയാൻ കാരണം എന്താ? ഇത് മനസ്സിലായിട്ടില്ല, അറബിയിലല്ലേ പറഞ്ഞത്. പറഞ്ഞെന്താ തിരിയണ്ടേ? നീ നിന്റെ ഭാര്യ, അവളുടെ ശരീരം എന്താണ്, അവൾ എന്താ നിന്നെ ആഗ്രഹിക്കുന്നത്, നിന്റെ ഉത്തരവാദിത്തം എന്താണ്, ഇത് കൃത്യമായി മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കാനുള്ള റെസ്പോൺസിബിൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നീ പരിപാടിക്ക് നിന്നാ മതി, അല്ലെങ്കിൽ നീ നോമ്പ് പറ്റോ, വെറുതെ ചൊറക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സമൂഹം പറഞ്ഞു കൊടുക്കുന്നില്ല അറിയാവുന്ന ഭാഷയിൽ. ഇതാണ് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉത്തരവാദിത്തം. അല്ലാണ്ട് പൈസ ഇങ്ങനെ വാരിക്കൂട്ടി പൈസയാകുമ്പം കല്യാണം കഴിക്കാന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഫക്കീറാണോ എന്നുള്ള പ്രശ്നമല്ല, അള്ളാഹു തരുവാ ഇത് ഔദാര്യം. നിങ്ങൾക്ക് വേണ്ടെന്താ? അവളെ തൃപ്തിപ്പെടുത്താനുള്ള കപ്പാസിറ്റി, അതിനുള്ള അറിവും അതിനുള്ള ആർജവും ഉത്തരവാദിത്ത ബോധവും ഉണ്ടാവണം. ഇതേപോലെ തൻ്റെ ഇണയായ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനുള്ള ബോധവും ഉത്തരവാദിത്വവും തൻ്റെ ഭാര്യയ്ക്കും ഉണ്ടാവണം. അവിടെ ഭർത്താവ് ഹവ്വയാണ്, ഭാര്യ ആരാ? ഭർത്താവ് ആദമാണ്, ഭാര്യ ഹവ്വയാണ്. ഈ ആദമിന്റെയും ഹവ്വയുടെയും സ്ഥാനത്താണ്. എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന തലമുറകളുടെ ആദമും ഹവ്വയുമാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം. ആ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മൾ വരണം.
ഇനി റിയാദ് സാലിയിൽ ബാബ് ഹക്ക് സൗജ് അല സൗജത്ത് എന്ന് പറയുന്ന ഭാര്യയുടെ ഉത്തരവാദിത്തക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത് മുഴുവൻ എന്താ? തന്റെ ഇണയെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ്. രാത്രി നീ പിണങ്ങരുത്, മലക്കുകൾ ശപിക്കുന്നു, നീ എന്ത് തിരക്കിലാണെങ്കിൽ അവന്റെ ക്ഷണം സ്വീകരിക്കണം, സുന്നത്ത് നോമ്പ് അവന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ പെർമിഷൻ എടുക്കണം. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ചങ്കിൽ കുത്തുന്ന ഒരു ഹദീസ് ഉണ്ട്. അയ്യുമിമ്രാത്തിൻ മാത്തത്ത്, ഒരു സ്ത്രീ മരിച്ചു, വസൗജുഹാ അൻഹാ റാളിൻ, അവളെ ഭർത്താവ് തൃപ്തനാണ്, ദഖലത്തിൽ ജന്ന, സംഭവിച്ചു കഴിഞ്ഞു, സ്വർഗത്തിലേക്ക് അവൾ കയറിക്കഴിഞ്ഞു. അവൾ മരിച്ചു, ഭർത്താവ് തൃപ്തനാണ്, ദഖലത്തിൽ ജന്ന. ഇവിടെ വന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് തന്റെ നെഞ്ചത്ത് വെച്ചിട്ട് പറയാൻ പറ്റും, ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ ഉറപ്പാണ് എന്റെ ഭർത്താവ് സംതൃപ്തനായിരിക്കും? ഏതില്? മരിച്ചയിലല്ല, അതുണ്ട്. എങ്ങനെ? വയത് നടക്കുമ്പോ ഒരു ഓഫർ വന്നു, 500 രൂപ, എന്താ പേരക്കുട്ടിന്റെ അസുഖം മാറാനും ഭർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാനും. ഉടനെ ഇപ്പുറത്ത് 1000 വന്നത് ആണുങ്ങളെ ഭാഗത്തുനിന്ന്. എന്തിനാ? പേരക്കുട്ടിന്റെ അസുഖം മാറാനും നേരത്തെ ദുആ ക്യാൻസൽ ആക്കാനും. എന്റെ ഓളാത് ദുനിയാവിലോ ഇടങ്ങറായിട്ടാണത്, ഇനി സ്വർഗത്തിൽ തന്നെ ഇടങ്ങറാക്കേണ്ട പരിപാടിയാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ മരിക്കുമ്പോ എൻ്റെ സമീപനത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ഇടപെടലുകളിൽ, എൻ്റെ ഭർത്താവിന് ഞാൻ ചെയ്തു കൊടുത്ത കാര്യങ്ങളിൽ, അവൻ്റെ ശാരീരികമായി അവനെ തൃപ്തിപ്പെടുത്തിയ കാര്യങ്ങളിൽ, അതിൽ അവൻ തൃപ്തനാണോ? ദഖലത്തിൽ ജന്ന, കണക്ഷൻ സ്വർഗവുമായിട്ടാണ്. പോയിക്കോ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ഔന്നിത്യത്തിന്റെ പദവിയിലേക്കാണ് സഹോദരിമാരെ നിങ്ങളെ അള്ളാഹു ഉയർത്തുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഇത് സംഭവിക്കുമ്പോഴാണ് വേർപിരിയാത്ത കുടുംബമായി മാറുന്നത്. നിങ്ങൾ തമ്മിൽ ശാരീരികമായി സംതൃപ്തരാണോ? ഒരു പ്രശ്നമായി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നല്ലാതെ നിങ്ങൾ വേർപിരിക്കില്ല. ഞാൻ ഗ്യാരണ്ടി പറയാം. നിങ്ങൾ തമ്മിൽ ശാരീരികമായി സംതൃപ്തി ഉണ്ടോ, നിങ്ങൾ ഏത് പ്രശ്നവും പരിഹരിക്കാനുള്ള ഗ്യാരണ്ടി തരാം. അതില്ലേ, നിങ്ങൾ പ്രശ്നമായിട്ട് വരരുത്, പരിഹരിക്കാൻ കഴിയില്ല. ഇത്ര ഗൗരവത്തിലാണ് ശുദ്ധ ഖുർആനും ഹദീസും അവിടെ സൂചിപ്പിച്ചിട്ടുള്ളതെന്നറിയോ? പറയാവുന്ന ഭാഷയിലൊക്കെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അബ്രഹാം മസ്ലോന്റെ ഹയറാർക്കി ഓഫ് നീഡ്സിൽ അദ്ദേഹം ഒന്നാമതായി പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. നിങ്ങൾക്ക് പരസ്പരം നല്ല സൗഹൃദവും മാനസികമായ അടുപ്പവും കുടുംബ ബന്ധം ഉണ്ടാവണോ? മക്കളും മാതാപിതാക്കളും തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവണോ? ഭാര്യ ഭർത്താക്കന്മാർ നല്ല ബന്ധം ഉണ്ടാവണോ? സഹോദരന്മാർ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവണോ? ഈ ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിലാണ്. സാറ്റിസ്ഫൈ നീഡ്സിനെ പൂർത്തീകരിക്കുന്നതിലാണ്. ഹയറാർക്കി ഓഫ് നീഡ്സിൽ അബ്രഹാം മാസ്ലോ വളരെ പ്രശസ്തമായ ആ ഹയറാർക്കി ഓഫ് നീഡ്സിൽ പറയുന്നത് ഒന്ന് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ശരീരശാസ്ത്രപരമായ ആവശ്യം, ഭക്ഷണം, വെള്ളം, വസ്ത്രം, വെളിച്ചം, വായു, വിശ്രമം, ഉറക്കം, ലൈംഗികത. ഇതിൽ ലൈംഗികത എന്ന് പറയുന്നതാണ് വൈവാഹിക പ്രായത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. വാക്കൊക്കെ നേരത്തെ നമ്മൾ ചെയ്യേണ്ടതാണ്. മക്കളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, മക്കളുടെ വെള്ളത്തിന്റെ കാര്യത്തിൽ, വസ്ത്രത്തിന്റെ കാര്യത്തിൽ, വെളിച്ചത്തിന്റെ കാര്യത്തിൽ, വായു, ഈ കാര്യത്തിൽ മാതാപിതാക്കളെ നിൽക്ക് നമ്മൾ ഓക്കെയാണോ? അവരെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ എൻ്റെ ഉമ്മാന്റെ കബറെടുത്തിൽ പോകുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഏറ്റവും ഫീൽ ചെയ്ത സംഗതി, ഉമ്മ എനിക്ക് ഭക്ഷണം തരുന്നതാണ്. വേറെ അധികമൊന്നും തരാൻ ഉമ്മക്ക് അന്ന് സമ്പാദ്യം ഉണ്ടായിരുന്നില്ല. വളരെ പ്രയാസപ്പെട്ടിട്ടായിരുന്നു ഞങ്ങളൊക്കെ വളർന്നത്. പക്ഷേ എൻ്റെ ഉമ്മ തന്ന ഭക്ഷണം ഇപ്പോഴും കഷ്ടപ്പെട്ട് ആ ഭക്ഷണം ഉണ്ടാക്കി ഒരിക്കലും ഉമ്മ ഫുൾ പത്തിരി എനിക്ക് തരാറില്ല. അത് ഒടിച്ചിട്ടിട്ട് കറി ഒഴിക്കണം. എന്താ, ഫുൾ പത്തിരി ആകുമ്പോൾ നമ്മൾ എണ്ണം പിടിക്കാതിരിക്കാൻ ഒടിച്ചിട്ടിട്ട് പീസാക്കിയിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ അകത്ത് കയറ്റണം. മദ്രസയിൽ ഞങ്ങൾ ഒരു ബിസ്മി പഠിച്ചിന്. എന്താ ബിസ്മി? ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ ചെല്ലേണ്ട ബിസ്മി. പക്ഷെ രണ്ടാമത്തെ ബിസ്മി പഠിച്ചത് പിറക്കുന്ന ഉമ്മ പറയും ലാസ്റ്റ് ബിസ്മി. എന്തേ ഈ ബാക്കിയും കൂടെ വയറ്റിൽ കയറാൻ മതിയെന്ന് പറയല്ലേ, ലാസ്റ്റ് ബിസ്മി എന്നിട്ട് 2-3 ചുറ്റി ഒരു വായിലിടലുണ്ട്. എൻ്റെ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ മുഴുവൻ സമയം ശ്രദ്ധിക്കുന്ന എൻ്റെ ഉമ്മയെക്കുറിച്ച് എനിക്ക് മറക്കാൻ കഴിയില്ല. എന്നാൽ വിവാഹത്തിന്റെ പേര് പറഞ്ഞ് തലേന്നും വന്നും പിറ്റേന്നും, സൽക്കാരത്തിന്റെ പേര് പറഞ്ഞ് തലേന്നും വന്നും പിറ്റേന്നും കറങ്ങി നടക്കുന്ന രക്ഷിതാക്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഹാഫ് വേവ് ചപ്പാത്തിയും ബേക്കറി സാധനങ്ങളും ഓർഡർ ചെയ്യുന്ന ഭക്ഷണങ്ങളും കൊടുത്ത് കുട്ടിയുടെ ആസ്വദിപ്പിക്കുമ്പോൾ ഈ ആസ്വാദനത്തിന്റെ പിന്നിൽ എൻ്റെ ഉമ്മയില്ല, ഈ ആസ്വാദനത്തിന്റെ പിന്നിൽ എൻ്റെ ഉപ്പയില്ല, ഉപ്പയുടെയും ഉമ്മയുടെയും അധ്വാനമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കണക്ക് ഇങ്ങനെ പറഞ്ഞ് മക്കൾക്ക് വാങ്ങിക്കൊടുത്തതിന്റെ കണക്കുകൾ പറയുമ്പോൾ അവരുടെ മനസ്സിന്റെ അകത്ത്, ഹൃദയത്തിന്റെ അകത്ത് അതിലൊരു വേദന കാണുന്നില്ല. എങ്കിൽ പണമുള്ളവൻ ഓർഡർ ചെയ്യുന്നു എന്നല്ലാതെ അവിടെ വേദനയില്ല.
ഉറക്കൊഴിക്കലില്ല, കഷ്ടപ്പാടുകളില്ല. ആ കഷ്ടപ്പാടുകളും വേദനയൊന്നുമില്ലാത്ത നിങ്ങളുടെ ഈ ഒരു ശീലത്തിനെ ആ കുട്ടിക്ക് എങ്ങനെ സ്നേഹത്തിന്റെ പര്യായമായി കാണാൻ പറ്റും എന്നുള്ളതാണ്. സ്നേഹത്തെക്കുറിച്ച് വലിയ ചർച്ച നടന്നുകൊണ്ടിരുന്നു, ഒരുപാട് ചർച്ച നടന്നു. സ്നേഹം എന്ന് പറഞ്ഞാൽ ഐ ലവ് യു പറയലല്ല. എൻ്റെ ഉമ്മക്ക് ജീവിതത്തിൽ അങ്ങനെ പറയാൻ അറിയില്ലായിരുന്നു. സ്നേഹം എന്ന് പറയുന്നത് കഷ്ടപ്പാടാണ്. ഉമ്മക്ക് വിശന്നു, അങ്ങനെ പാലിന് മോൻ പോയി. മോൻ പാലുമായി വരുമ്പോ മോന്റെ അടുത്ത് മക്കളുണ്ട്, ഭാര്യയുണ്ട്, അവർക്കും വിശപ്പുണ്ട്. പക്ഷെ മോൻ തീരുമാനിച്ചു ഉമ്മന്റെ വിശപ്പ് മാറിയിട്ട് മതി. ഉമ്മല്ലേ ചോദിച്ചത്, ഉമ്മ പക്ഷെ ഉറങ്ങിപ്പോയി. ആ ഉമ്മനെ വിളിച്ചുകൂടാ, വിളിച്ചാൽ അതപകേടാണ്. ആലോചിക്കണം. വിളിച്ചിട്ട് എണീക്ക് ഇതാ കുടിക്ക്, കിടക്ക്, പാല് ചോദിച്ചല്ലേ എന്ന് ആക്രോശിക്കുന്ന മക്കൾക്ക് മുമ്പിൽ ആ ഉമ്മനെ വിളിച്ചുകൂടാ, ഉമ്മനെ ശല്യം ചെയ്തുകൂടാ. ഉറക്കൊഴിച്ച ഞാൻ ഉറങ്ങിപ്പോയ ഉമ്മ ഉണർന്നിട്ട് പാല് കുടിക്കാതായി പോകുമോ എന്ന് ഭയപ്പെട്ട് രാവിലെ വരെ ഉമ്മാന്റെ കാൽക്കലിരുന്ന് ഉറക്കൊഴിഞ്ഞ മോനുണ്ട് ചരിത്രത്തിൽ. അറിയോ നിങ്ങൾക്ക്? ആ കഷ്ടപ്പാടിന്റെ പേരാണ് കൂട്ടരെ സ്നേഹം. അത് പറഞ്ഞപ്പോഴാണ് ജീവിതത്തിന്റെ യാത്രക്കടയിൽ വലിയൊരു പാറക്കല്ലുകൾ ആ ഗുഹയുടെ മുൻപിൽ വന്ന് അടഞ്ഞപ്പോ, അല്ലാഹുവേ ഞാൻ ഈ ചെയ്തൊരു നന്മയാണെങ്കിൽ ഈ പാറക്കല്ല് നീങ്ങണമെന്ന് പറഞ്ഞപ്പോ ആ പാറക്കല്ലിനെ നീക്കാൻ പറ്റിയ എനർജി അയാൾക്ക് ലഭിച്ചുവെങ്കിൽ ആ ഉമ്മയോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം ആ കഷ്ടപ്പാടാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും മക്കൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു? പാല് കൊടുക്കാൻ പറ്റുന്നില്ല പലർക്കും. കുട്ടികളൊന്ന് പ്രയാസപ്പെടുത്തുമ്പോൾ, കുട്ടികളൊന്ന് ബുദ്ധിമുട്ടിക്കുമ്പോൾ, കുട്ടികളൊന്ന് അസ്വസ്ഥതപ്പെടുത്തുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നു. എന്തുകൊണ്ട്? ഇതെന്താണ് നമുക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല മക്കള്. വീടുകളിലെ അസ്വസ്ഥതയാണ് ഈ കുട്ടികളെ മറ്റൊന്നിലേക്ക് പറഞ്ഞേക്കുന്നതെന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എന്ന് വെച്ചാൽ എൻ്റെ മക്കളുടെ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ മാതാപിതാക്കളുടെ ഈ പറയപ്പെട്ട ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നവനാണോ ഞാൻ, എങ്കിൽ ഞാൻ നല്ല മോനാണ്, ഒരു മുസ്ലിം മോനാണ്. എങ്കിൽ ഞാൻ നല്ല ഭർത്താവാണ്, ഒരു മുസ്ലിം ഭർത്താവാണ്. എങ്കിൽ ഞാൻ നല്ല മോളാണ്, ഒരു മുസ്ലിം മോളാണ്. എങ്കിൽ ഞാൻ നല്ല ഭാര്യയാണ്, ഒരു മുസ്ലിം ഭാര്യയാണ്. എങ്കിൽ ഞാൻ നല്ല മാതാപിതാക്കളാണ്, മുസ്ലിം മാതാപിതാക്കളാണ്. എത്ര മാത്രമാണ് ഇസ്ലാം അതിന്റെ ഗൗരവം കൊടുത്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറയുന്നത് സുഖദുഃഖങ്ങൾ പങ്കുവെക്കലാണ്. വൈവാഹിക ജീവിതത്തിലെ രണ്ടാമത് സുഖദുഃഖങ്ങൾ പങ്കുവെക്കുക. സുഖദുഃഖങ്ങൾ പങ്കുവെക്കുക. അതെ, ഇത് പങ്കുവെക്കാൻ ഒരു പങ്കാളി വേണം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിലാണ്, കായ്ക്കനികളുണ്ട്, നല്ല താഴ്വാരയുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പങ്കാളി വേണ്ടേ പങ്കുവെക്കാൻ? അവിടെയാണ് സ്വർഗീയ സുഖങ്ങൾക്കിടയിൽ ഹവ്വ ബിവിയെ നൽകുന്നത്. അതാണ് കൂട്ടരെ വൈവാഹിക ജീവിതത്തിന്റെ രണ്ടാമത്തത്. എൻ്റെ സുഖദുഃഖങ്ങൾ എനിക്ക് പങ്കുവെക്കാൻ ഒരു പങ്കാളി വേണം, മാനസികമായ സംതൃപ്തി. അതന്നെയാണ് വിശുദ്ധ ഖുർആനും പറയുന്നത്, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഇണയെ സൃഷ്ടിച്ചു എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലിതസ്കുനൂ ഇലൈഹ, ആ ഇണയിൽ നിങ്ങൾക്ക് മനസ്സമാധാനമുണ്ടാവാൻ. രാവിലെ പകലന്തിയോളം വീടുകളിൽ പണിയിട്ട് കുടിയേറ്റുമായി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം ഭർത്താവ് കയറി വരുമ്പോ നിങ്ങൾക്കൊരു മനസ്സമാധാനമുണ്ടാവണം. രാവിലെ പകലന്തിയോളം നാടുകളിൽ പോയി പല രീതിയിലുള്ള പണികളെടുത്ത് പ്രയാസപ്പെട്ട് സ്ട്രെസ്സായി തിരിച്ചു വരുന്ന ഭർത്താവ് വീട്ടിൽ അണയുമ്പോൾ, ഭാര്യയുടെ മുഖം കാണുമ്പോൾ, സംസാരം കേൾക്കുമ്പോൾ സമാധാനമുണ്ടാവണം. തസ്കുനൂ ഇലൈഹ, എത്ര മനോഹരമായിട്ടാണ് ഖുർആന പദം പ്രയോഗിച്ചത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നു. ഇതിൽ നമ്മൾ പരസ്പര ഉത്തരവാദിത്തം ഒരു രണ്ട് വരിയിൽ ഉൾപ്പെടുത്തി. ഹുന്ന ലിബാസുല്ലക്കും, ഹുന്ന സ്ത്രീകൾ നിങ്ങളുടെ വസ്ത്രമാണ്, അന്തും ലിബാസുല്ലഹുന്ന നിങ്ങൾ പുരുഷന്മാർ അവർക്കും വസ്ത്രമാണ്. ഈ ആയത്തിന്റെ പിൻബലത്തിലാന്ന് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്ക് ഈ അലമാരയിലൊക്കെ വസ്ത്രമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നില്ലേ, പെട്ടിയിലൊക്കെ വസ്ത്രം കൊണ്ടുവന്നത്. അതിന്റെ ആയത്ത് തെളിവല്ല ഇത്. ഖുർആൻ പലപ്പോഴും നല്ല ഉദാഹരിക്കലാണ്, പര്യായമാണ് പറയാറുള്ളത്. വസ്ത്രം എന്ന് പറയണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ വസ്ത്രം എൻ്റെ ശരീരത്തിന്റെ സ്വകാര്യതകൾ അറിയുന്ന ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ, അതെന്റെ വസ്ത്രം മാത്രമാണ്. കല്യാണം കഴിയലോടുകൂടെ പിന്നെ ഇവർക്ക് തമ്മിൽ ഇടയിൽ സ്വകാര്യതകളില്ല, പാസ്വേഡ് ഇല്ല, സ്വകാര്യ പാസ്വേഡ് ഇല്ല.
നമ്പർ മാറ്റി വെക്കുന്നില്ല, ഒരു ബാങ്ക് നമ്പർ മാറ്റി വെക്കുന്നില്ല, ബാങ്ക് പാസ്പോർട്ട് മാറ്റി വെക്കുന്നില്ല, പാസ്ബുക്ക് മാറ്റുന്നില്ല, പാസ്പോർട്ട് മാറ്റുന്നില്ല. എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന വിശ്വസ്തതയുടെ, സ്വകാര്യതയില്ലാത്ത ഒരു യോജിപ്പ്. അതാണ് ഹുന്ന ലിബാസുല്ലക്കും ബന്ദുൻ ലിബാസുല്ലഹുന്ന. അതോടൊപ്പം ഞാനിപ്പോൾ ഈ വസ്ത്രം, ഞാനൊരു നല്ല പാൻറ്റും ഒരു ഇഷ്ടപ്പെട്ട ഷർട്ട് ധരിക്കുമ്പോൾ, അതൊരു സദസ്സിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ചൊരു അഭിമാന ബോധം ഉണ്ടാകുന്നു. എൻ്റെ വസ്ത്രം എനിക്ക് അഭിമാന ബോധം തരുന്നു. എൻ്റെ ഇണകൾ പരസ്പരം അഭിമാന ബോധം ഉണ്ടാവണം. ആരാ ഭർത്താവ് എന്ന് വെച്ചാൽ എന്നല്ല, എന്ന് പറയാൻ കാരണം എന്താ? തലയിൽ മുടി ഉണ്ടാവില്ല, അപ്പൊ കറക്റ്റ് കാണിച്ചു കൊടുക്കാൻ പ്രയാസം ഉണ്ടാവും. അതല്ല, അതാ നിൽക്കുന്ന ആ തലയിൽ മുടിയില്ലാത്ത ഒരാളുണ്ടല്ലോ, താടിയൊക്കെ നരച്ച, അതാണ് എൻ്റെ ഭർത്താവ്, എന്നെ മാപ്പിളയെന്ന് അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടെ പറയാൻ പറ്റണം. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ഭാര്യ ഉണ്ട്, ഒരാൾ വന്ന് ചോദിക്കുക ഇതാരാ? ഭാര്യ. ഓ ഇവളെ കഴിച്ചത്, ഓളെന്നെ കഴിച്ചത്. അത് ഓളെ കഴിക്കാൻ കാരണം സമയം ഉണ്ടായിട്ട് തിരക്കിലായി പോയി, പെട്ടെന്ന് കിട്ടിയതിനെ കഴിച്ചതാ, പോയില്ലേ? ഈ ലോകത്ത് എനിക്ക് ഏറ്റവും അർഹതപ്പെട്ടതിന് എനിക്ക് കിട്ടി എന്ന് എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്താത്ത കാലത്തോളം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റൂല, ഉറങ്ങാൻ പറ്റൂല, മനസ്സമാധാനത്തിൽ നടക്കാൻ പറ്റൂല വഴിയിൽ. ആ മനസ്സിനെ സമാധാനപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ പോണം, നിങ്ങൾ പോണം. ആ ഭാര്യയുടെ കുറ്റവും കുറവും പറഞ്ഞ് അവളെ വേദനിപ്പിക്കല്ല വേണ്ടത്. ഓ നീ ആയിപ്പോയല്ലോ. ഞാൻ പറഞ്ഞു നിങ്ങൾ പോകണം പരിഹാരത്തിന് വേണ്ടി. മനസ്സ് വിശാലമാകുന്നില്ലേ, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ, പരിഹാരത്തിന് പോകണം. അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ചിലർ പറയലതാ ഏതായാലും കെട്ടിയില്ലേ, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടേ? ഒരു അഡ്ജസ്റ്റ്മെന്റും പാടില്ല. വൈവാഹിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് പാടില്ല. കാരണം എന്താ? അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ മഞ്ചേരിയിൽ നിന്ന് കുറച്ചൊരു 3 കിലോമീറ്റർ വരുമ്പോൾ, അല്ലെ മഞ്ചേരി ടൗണിലേക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷയിൽ 3 ആൾ ഇരിക്കുന്നുണ്ടാവും. കുറച്ച് അങ്ങോട്ട് എത്തിയാൽ ഓട്ടോറിക്ഷക്കാരൻ തിരിഞ്ഞിട്ട് പറയൂ ഒരു അഡ്ജസ്റ്റ് ചെയ്യോ, 4ാമത്തെ ആളൊരു ചന്തിന്റെ പകുതിയെ വെക്കാൻ പറ്റുള്ളൂ, അതിനാണ് അഡ്ജസ്റ്റ്മെന്റ്. അത് കുറച്ച് അങ്ങോട്ടെത്തി ഒരു കുഴിയിൽ വീണ അയാൾ പുറത്തുണ്ടാവും. ഇതാണ് ഇടക്കിടക്കെ പുറത്താണെന്നില്ലേ അഡ്ജസ്റ്റ്മെന്റ്. അങ്ങനെയുള്ളൂ. ബസ്സിന്റെ ബാക്ക് സീറ്റിൽ 6 ആളായിരിക്കുക. ചിലർ വന്നിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഒരു ചന്തി ഇങ്ങനെ വെക്കും, ഒരു ബ്രേക്ക് ഔട്ട് അത് തെറിച്ചിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് ഇല്ല പൂർണ്ണമായും. ഇവൾ, ഈ പറയുന്ന എല്ലാ രൂപത്തിലുമുള്ള ഇവൾ എൻ്റെ സഖിയായി വന്നിരിക്കുന്നു. ഞാൻ അവളെ പൂർണ്ണമായി ഉൾക്കൊള്ളണം. അതിനെൻ്റെ മനസ്സ് വിശാലമാകുന്നില്ലെങ്കിൽ ഞാനതിൻ്റെ പരിഹാരത്തിന് പോകണം. ഇവൻ ഈ പറയുന്ന ഈ ആകൃതിയിലുള്ള, ഈ സൗകര്യമുള്ള, ഈ വിവരമുള്ള, ഈ വിദ്യാഭ്യാസമുള്ള, ഈ സമ്പത്തുള്ള ഇയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അയാളെ ചേർത്ത് പിടിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ അയാളുടെ കുറവിനെ തെരഞ്ഞു പോകുന്നതിന് പകരം എൻ്റെ മനസ്സ് വിശാലതയുടെ കുറവാണെന്ന് എനിക്ക് കാണാൻ വേണം. സയ്യിദ് സൽമി റളിയല്ലാഹു തആല അൻഹു മകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന്റെ പേരിൽ മകളെ അന്വേഷണത്തിന് വന്നപ്പോൾ ആ വിരൂപിയായ ഒരു നീഗ്രോ ആയിട്ടുള്ള വിരൂപിയായ കാണാൻ തീരെ സൗന്ദര്യമില്ലാത്ത സയ്യിദ് സൽമി വന്ന് സൗന്ദര്യത്തിന്റെ വളരെ സൗന്ദര്യമുള്ള സുന്ദരിയായ എൻ്റെ മോളെ ചോദിച്ചപ്പോൾ ആ പഴയ ജാഹിലിയത്തിൽ നിന്നും വന്ന ആ സഹാബി അറിയാതെ നിനക്കങ്ങനെ എൻ്റെ മോളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞിട്ട് അയാളെ തിരിച്ചയച്ചപ്പോ മോള് ചോദിച്ചു വാപ്പ എന്ത് പണി ഞങ്ങൾ കാണിച്ചത്? ആരാ പറഞ്ഞു വെച്ചെന്നറിയോ? ആ അള്ളാന്റെ റസൂലാണ് പറഞ്ഞു വെച്ചത്. പോകാൻ ഞാൻ സന്നദ്ധയാണെങ്കിൽ നിങ്ങൾ എന്തിനു പറഞ്ഞു വെച്ചു? ആ പൊന്നുമോളാവാൻ കഴിയണം നമുക്ക്, വിശാല മനസ്സിലേക്ക്, കുറവുകൾ കാണാതെ, ആരോഗ്യ പ്രശ്നങ്ങൾ എടുത്തു പറയാതെ. അങ്ങനെ വരുമ്പോഴാണ് ഈ വൈവാഹിക ജീവിതം ആസ്വാദ്യകരമാകുന്നത്. നമ്മൾ വിചാരിക്കുന്നത് സൗകര്യങ്ങളാണല്ല. വീടുണ്ടാക്കുന്നത് എന്തിനാ? മനസ്സമാധാനത്തിനാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും നല്ല വീടുണ്ടാക്കിയത് ആരാ? കപ്പൽ ജോയിയാണ്. എന്നാൽ ഏറ്റവും വലിയ സമാധാനം ആർക്കാ കിട്ടേണ്ടത്? അയാൾക്കാ കിട്ടേണ്ടത്. അയാൾ ആത്മഹത്യ ചെയ്തു. ഏറ്റവും വലിയ വീടെടുത്തോണ്ടല്ല, ഏറ്റവും വലിയ സമ്പാദ്യം കൊണ്ടല്ല, ഏറ്റവും വലിയ സൗകര്യങ്ങൾ കൊണ്ടല്ല, ഏറ്റവും വലിയ പദവി കൊണ്ടല്ല. ഒരുപാട് പേരെ എനിക്കറിയാം മനസ്സമാധാനം എന്നൊരു സംഗതി ഇല്ല അവർക്ക്. അതുകൊണ്ട് വേണ്ടത് കിട്ടാക്കനി എന്ന് പറയുന്നത് എന്തറിയോ? മനസ്സമാധാനാണ്. അത് കിട്ടും തൻ്റെ ഇണയിൽ നിന്ന്. എപ്പോ? അവളെ സ്വീകരിക്കാൻ, അവനെ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സൊന്ന് വിശാലമായാൽ. അതേപോലെ മക്കള് ആ അർത്ഥത്തിൽ ഇതാണ് ഒറ്റ വാക്കിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർ സ്ത്രീകൾ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണ്. തണുപ്പ് വരുമ്പോൾ നമ്മൾ ഒരു പുതപ്പ് എടുത്ത് പുതക്കുന്നു, പോരെങ്കിൽ ഒന്നുകൂടെ പുതക്കുന്നു. ഡ്രസ്സ് തണുപ്പ് സീസണിൽ നമ്മൾ ഡ്രസ്സ് മാറ്റുന്നു, കുറച്ചുകൂടി കമ്പിളി ഡ്രസ്സ് ഇടുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൻ്റെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും എൻ്റെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എൻ്റെ വസ്ത്രമാണ്, സെക്യൂരിറ്റിയാണ്. ഇന്നു മുതൽ അവൾക്ക് ബോധ്യമാണ്, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ സുരക്ഷിതയാണ്.
എനിക്കൊന്നും പേടിക്കാനില്ല, എനിക്ക് എല്ലാവിധ സുരക്ഷിതത്വം കിട്ടിയിരിക്കുന്നു, എനിക്ക് ഒന്നും ഭയപ്പെടാനില്ല. ഇന്നു മുതൽ ഞാൻ ഇവളിൽ സുരക്ഷിതയാണ്, എൻ്റെ എല്ലാ കാര്യവും അവളുടെ ഒരു സൂക്ഷ്മതയുണ്ടാവും, അവൾ അതിലേക്ക് നോട്ടമുണ്ടാവും, എൻ്റെ അഭാവത്തിൽ എൻ്റെ കാര്യങ്ങളിലൊക്കെ അവൾ സൂക്ഷ്മത പാലിക്കും. ഈ ഒരു ബോധ്യം പരസ്പരം ഉണ്ടാവണം. ഹുന്ന ലിബാസുല്ലക്കും വ അന്തും ലിബാസുല്ലഹുന്ന. ഇതേപോലെ തന്നെ വസ്ത്രം. നിങ്ങളോട് എല്ലാവരോടും ചേർന്നിറങ്ങിയിട്ട് നിലത്തിരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കോ? ഇല്ല. കാരണം ഈ നല്ല ഡ്രസ്സിൽ അഴുക്കാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇതാണ് വസ്ത്രം. ഭാര്യ നിങ്ങളുടെ വസ്ത്രമാണ്, അഴുക്കാക്കരുത്. ഓളങ്ങത്തോളാണ്, ഓളിങ്ങത്തോളാണെന്ന് സഹോദരിമാരോടും സഹോദരന്മാരോടും കുടുംബക്കാരോടും അയൽവാസികളും നാട്ടുകാളും പറഞ്ഞ് അവളെന്ന വസ്ത്രത്തെ അഴുക്കാക്കരുത് നിങ്ങൾ. അവൻ എന്ന വസ്ത്രത്തെ അഴുക്കാക്കരുത് നിങ്ങൾ. എങ്കിൽ നിങ്ങൾ പരസ്പരം വസ്ത്രമല്ല. ഹുന്ന ലിബാസുല്ലക്കും വാന്തും ലിബാസുല്ലഹുന്ന. അത് നമ്മൾ ഇപ്പോ സോപ്പിന്റെ പൊടി നോക്കുമ്പോൾ സോപ്പിന്റെ പൊടി എടുത്തിട്ട് ഭക്ഷണമൊക്കെ മണക്കുമ്പോൾ ഇപ്പോൾ ആൾക്കാർ മണത്തിട്ട വാങ്ങാം. എന്താ കാരണം? ഏതായാലും പൈസ ചെലവാക്കല്ലേ, അലക്കി കഴിഞ്ഞാൽ കുപ്പായത്തിനൊരു മണം വരട്ടെ. അങ്ങനെ മണത്ത് നല്ല പൈസ കൊടുത്ത് മണമുള്ള സോപ്പിന്റെ പൊടിയിൽ അലക്കി ഉണക്കി അയൺ ചെയ്ത് മടക്കിയിട്ട് എവിടെ ഡ്രസ്സ് വെക്കുക? അലമരയിൽ കൊണ്ടുവെക്കുന്നു. റെസ്പെക്ട് ഈച്ച് അതർ. എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. പരസ്പരം ബഹുമാനിക്കാൻ, ആദരിക്കാൻ. ആ ബഹുമാനം മനസ്സിൽ വരണമെങ്കിൽ പരസ്പരം രണ്ടുപേരുടെയും പരസ്പരം എനിക്ക് വേണ്ടിയുള്ള, ഭാര്യ ഭർത്താവിനെ കുറിച്ച് എനിക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടിനെ കുറിച്ച്, ഭർത്താവ് ഭാര്യ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. എങ്കിലേ ഈ റെസ്പെക്ട് ഈച്ച് അതർ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഈ പറയുന്ന രീതിയിൽ എത്ര മനോഹരമായിട്ടാണ് കുടുംബത്തെ കുറിച്ച് പറഞ്ഞത്. മൂന്നാമതായി പറയുന്നത് സന്താനോൽപാദനമാണ്, അഥവാ ആത്മീയ സംതൃപ്തി. ഞാനങ്ങ് പോയാൽ എൻ്റെ ആത്മാവിന് പിന്നെ ഒന്നേ ബാക്കിയുള്ളൂ, വലതുൻ സാലിയുൻ യദൂലഹു. പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളാക്കി മാറ്റാനുള്ള കഠിന പ്രയത്നമാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അല്ലാതെ സകല ഉത്സവങ്ങളും സകല ആഘോഷങ്ങളും സകല കുടുംബ പരിപാടികളും സകല സൽക്കാരങ്ങളും ആഘോഷമാക്കി മാറ്റുമ്പോൾ നമ്മളെ മക്കള്, ആൺകുട്ടികള്, അവര് പലരും കഞ്ചാവിനും മയക്കുമരുന്നിനും അങ്ങോട്ട് പോകുന്നു. പെൺകുട്ടികള് ആരുടെയോ ചാറ്റിങ്ങിലേക്കൊക്കെ പോയി വഴിതെറ്റിപ്പോകുന്നു. അവർക്ക് കിട്ടാത്ത എന്തൊക്കെയോ എവിടുന്നൊക്കെയോ കിട്ടുന്നു എങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി അവർക്ക് ജന്മം നൽകിയ നമ്മളാണെന്ന വിഷയത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ആ അർത്ഥത്തില് ഇതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഥവാ മനസ്സമാധാനമുണ്ടാവണം. നിങ്ങൾക്ക് സമാധാനപൂർവം ഒത്തുചേരുന്നതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്ന് വെച്ചാൽ ഈ കുടുംബ ബന്ധത്തെ അള്ളാഹു സംവിധാനിച്ചത് എന്തുണ്ടാവാനാ? മനസ്സമാധാനം ഉണ്ടാവാനാ. പക്ഷെ നമുക്കില്ലാത്തത് എന്താ? ഇല്ലാത്തതെന്താ? മനസ്സമാധാനം. ശരണിന്റെ പരിപാടിനല്ലോ, ശരണിന്റെ പരിപാടിക്ക് പോകണം. എന്തേ അന്നങ്ങൊരു സമാധാനത്തിൽ പുറത്തു പോയിട്ട് ഇരിക്കാലോ. എന്തിനാ കുട്ടികൾ വീട്ടിൽ നിന്ന് വേറെ ഇറങ്ങിപ്പോകുന്നു? ആ കോവിഡ് കാലത്തൊക്കെ രക്ഷിതാക്കൾ ഇടക്കിടക്കെ വിളിച്ചു ചോദിക്കും, അല്ല സാറേ തുറക്കൂലേ, സ്കൂൾ തുറക്കൂലേ, തുറക്കാനായില്ലേ? എന്റെ കുട്ടികൾ പഠിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല, ഇതൊന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ഇത് ഇറങ്ങിപ്പോണ്ടേ, ഒരു സമാധാനം കിട്ടണ്ടേ. മക്കള് സമാധാനക്കുറവ്, ഭാര്യ സമാധാനക്കുറവ്, ഭർത്താവ് സമാധാനക്കുറവ്, ആത്തും വിത്തും പറയുന്ന പ്രായാധിക മാതാപിതാക്കൾ സമാധാനക്കുറവ്. സമാധാനം, ഈ സമാധാനം നമുക്ക് ഉണ്ടാവണോ? ഞാൻ തീരുമാനിച്ചാൽ മതി. ഏതായാലും സമാധാനം ഇല്ലാത്ത കുട്ടികൾക്ക് പഠിക്കാൻ പറ്റൂല, സമാധാനം ഇല്ലാത്ത ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റൂല, സമാധാനം ഇല്ലാത്ത സ്ത്രീകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂല. സമാധാനം ഇല്ലെങ്കിൽ പോട്ടെ, ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല. എന്നാ ഈ സമാധാനം അത്ര എളുപ്പമാണോ? ആണോ അല്ലയോ? ഈ സമാധാനം എളുപ്പമാണോന്ന്? അല്ല. എന്നാല് വിശദീകരിക്കാനൊന്നും സമയമില്ല. 12:15 കാമണിക്കൂർ കൂടെ ഉള്ളൂ. എനിക്ക് 2 മണി ട്രെയിനിന് പോകണം, 7 മണിക്ക് മഞ്ചേശ്വരം എത്തണം. അതിൽ ഒരു മുടക്കം വന്നാൽ അവിടെ വലിയ പ്രശ്നം നടക്കും. ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് സമയം കൊണ്ട് ജസ്റ്റ് ഒരു സൂചന പറയാം, ബാക്കി ഇൻഷാ അല്ലാഹ് എപ്പോഴും കംപ്ലീറ്റ് ചെയ്യാം. സമാധാനം വളരെ വളരെ എളുപ്പമാണ്.
സമാധാനം എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിളാണ്. ഞാൻ അങ്ങനെ സിമ്പിളാണെന്ന് പറയാൻ കാരണം, ഒന്ന്, എനിക്ക് പഠിച്ചോനിൽ വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടാ വിശ്വാസികൾക്ക് എന്തുണ്ടാവില്ല എന്നാ? ഞാനെങ്ങനെ പഠിച്ചു? വിശ്വാസികൾക്ക് മനോദാർഢ്യം ഉണ്ടാവുന്ന, മനസ്സമാധാനക്കുറവ് ഉണ്ടാവും അല്ലേ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ വനക്സിം മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് വന്ന് അവർ പറയും, അള്ളാഹിൻ്റെ അടുത്ത് വന്ന് അങ്ങോട്ട് പോകണം. വരുമ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോ ഒന്നും കൊണ്ടുവന്നു. ഒരു ഉപ്പ മരിക്കുമ്പോ മോനോട് പറഞ്ഞ്, മരിക്കാറായപ്പോ കഫൻ ചെയ്യുമ്പോ ഒരു സോക്സ് ഇട്ടെന്നു. കഫൻ ചെയ്യുമ്പോ ഒരു സോക്സ് ഇട്ടെന്നു പറഞ്ഞു. പിന്നെ ഒരു എഴുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് മയ്യത്തൽ അടക്കി കഴിഞ്ഞാൽ അത് വായിക്കണം. അങ്ങനെ കഫൻ ചെയ്യുമ്പോ ഇവൻ ഓടിച്ചെന്ന് സോക്സ് ഇടാൻ ശ്രമിച്ചപ്പോ ഉസ്താദ് സമ്മതിച്ചില്ല. അത് പറ്റൂല എന്നാണ്. അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിസ്കാരം കഴിഞ്ഞ് എഴുത്ത് വായിച്ചപ്പോ എഴുത്തിൽ ഉപ്പ ഇത് എഴുതിയത്, മോനിപ്പോ ഒരു കാര്യം മനസ്സിലായല്ല, ഒരു സോക്സ് പോലും കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് കൊണ്ടുവന്നതൊന്നും ഇവിടുന്ന് കൊണ്ടുവന്നതല്ല, ഇവിടുന്ന് ഉണ്ടാക്കിയതാണ്. പോകുമ്പോ ഇതെല്ലാം അവിടെ വെച്ചിട്ട് പോണ്ട, എല്ലാം ഏറ്റവും നല്ല സ്ഥലത്തേക്ക് കൊടുത്ത് സമാധാനത്തിൽ പോയിക്കോ എന്നുള്ള ഒരു ഉപദേശ കത്തിലുള്ളത്. ആ വിശ്വാസിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. എവിടെയായാലും അവർക്ക് ആസ്വാദനമേ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് തരുന്ന സർട്ടിഫിക്കറ്റ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ സുമ്മ ഖലഖനൽ നുത്ഫത അലഖ ഫഖലഖനൽ അലഖത മുദ്ഗ ഫഖലഖനൽ മുദ്ഗത ഇലാമ ഫകസൗനൽ ഇലാമ ലഹമ സുമ്മ അൻശൈനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്രിയേറ്റർ. ഇത്ര മനോഹരമായ ഒരു സൃഷ്ടിപ്പ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചുവെങ്കിൽ ഈ സൃഷ്ടിപ്പിൽ തകരാറുണ്ടാവില്ല. അതുകൊണ്ട് മനസ്സമാധാനം എളുപ്പമാണ്. മാത്രമല്ല, എൻ്റെ കഴിഞ്ഞ കുറെ കാലങ്ങളുടെ അനുഭവത്തിലും അതാണ് ശരി. വയനാട്ടില് ആ ഉരുൾപൊട്ടൽ സമയത്ത് ഞാൻ പോയപ്പോ 9ാമത്തെ ദിവസമാണ് ഞാൻ പോയത്. 12 ആൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവരെ 13 ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. 8 ബോഡിയെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ബോഡീൻ്റെ കാര്യം ആലോചിക്കാൻ പോലും പറ്റൂല. അതിലൊരു ഹാനി മോനുണ്ട്. ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ജ്യേഷ്ഠത്തി മരിച്ചു, അനുജൻ മരിച്ചു, ഉപ്പാപ്പ മരിച്ചു, ഉമ്മമ്മ മരിച്ചു, അളാപ്പ മരിച്ചു, അളാമ്മ മരിച്ചു, അളാപ്പാര മോനും മരിച്ചു. ഏകദേശം 9 ആള് മരിച്ചു. ഈ മോൻ രക്ഷപ്പെട്ടു. ആലോചിച്ച് നോക്കിയിട്ട്, ഒരു ഉമ്മാമ്മയും ഉമ്മാൻ്റെ ഉമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഉമ്മാൻ്റെ ഉമ്മ ഇപ്പോൾ ഉള്ളത് വെന്റിലേറ്ററിലുമാണ്. പക്ഷെ അവന് 1.25 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഹാനിമോൻ പറഞ്ഞു, സാർ ഇപ്പം എനിക്ക് നല്ല സമാധാനം കിട്ടുന്നുണ്ട്. പിറ്റേന്ന് അവൻ്റെ അളാമ്മ, അവരും ഭർത്താവും മക്കളും രക്ഷപ്പെട്ടതാണ്. അവരുടെ ഉപ്പ ഉമ്മവും മരിച്ചിട്ടുണ്ട്. 2 ആങ്ങളമാരും കുടുംബവും പോയിട്ടുണ്ട്. അവര് പറഞ്ഞു അത്രേ, ഇവൻ പറയാണ്, മെസ്സേജ് അയക്കാണ്, ഇന്നലെ അളാമ്മ മനസ്സമാധാനത്തിൽ ഉറങ്ങി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, അവർക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ കിട്ടും. പക്ഷെ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയണം. ഇതാണ് സൂറത്തുന്നാസില് ഉലഹ് റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. റബ്ബ്, മലിക്ക്, ഇലാഹ്, രക്ഷിതാവിന്റെ റോള്, അതേപോലെ തന്നെ ഭരണാധികാരിയുടെ റോള്, ഇലാഹിന്റെ റോള് വഹിക്കുന്ന പടച്ചോനെ, എൻ്റെ പ്രശ്നങ്ങളിൽ ഞാനിതാ നിന്റെ മുമ്പിൽ ശരണം പ്രാപിക്കുകയാണ്. എൻ്റെ പ്രശ്നം മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, മനസ്സിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ. അല്ലത് ഈ വസ്വിസ് ഫീ സുദൂരിന്നാസ്, എൻ്റെ മനസ്സിനെയാണ് അസ്വസ്ഥപ്പെടുന്നത്. ആരാ നമ്മളെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കുന്നത്? ആരാ? പിശാജാണ്, ജിന്നാണ്. അല്ല, പിശാജ് ജിന്നിലുണ്ട്, മനുഷ്യനുണ്ട്. മിനൽ ജിന്നത്തി വന്നാസ്. നമ്മൾ വിശ്വാസം ഉണ്ടാക്കുക. നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയ, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയ സംഭവങ്ങളെ കുറിച്ച് നിങ്ങളിങ്ങനെ ഓർക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരുന്നത് മനുഷ്യന്റെ രൂപമാണോ ജിന്നിന്റെ രൂപമാണോ? ഏതാ? മനുഷ്യന്റെ രൂപം. അതാ ശൈത്താൻ. നമ്മൾ മൊബൈലില് ഫോൺ ചെയ്യുമ്പോൾ, അല്ല കോള് വരുമ്പോൾ, ആ നമ്പർ കാണുമ്പോൾ, ആ പേര് കാണുമ്പോൾ ചിലരുടെ മുഖത്ത് ശ്രദ്ധിച്ചൊക്കെ ഭയങ്കര സന്തോഷവും ചിരിയുണ്ടാവും. ചില സമയത്ത് ചിലപ്പം ഭയങ്കര മുഖമൊക്കെ ആകെ വാടിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പച്ച ബട്ടൺ അമർത്തും, ചിലപ്പോൾ ചുവപ്പ് ബട്ടൺ അമർത്തും. ചിലപ്പോൾ പച്ച അമർത്തൂല, ചുവപ്പ് അമർത്തൂല. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, മെല്ലെ അവിടെ കൊണ്ടേക്കും. ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? അതെന്തുകൊണ്ടാ? ആ നമ്പർ ഫാൻസി ആയതുകൊണ്ടാണോ? അല്ല, ആ നമ്പറിന്റെ അപ്പുറത്തുള്ള ആളെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള മുഖഭാവം അല്ലേ? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ മോളെ വിളിക്കുമ്പോൾ, മോനെ വിളിക്കുമ്പോൾ, ഭാര്യ വിളിക്കുമ്പോൾ, ഭർത്താവിനെ വിളിക്കുമ്പോൾ, ഉപ്പാനെ വിളിക്കുമ്പോൾ, ഉമ്മാനെ വിളിക്കുമ്പോൾ
അവരെ മോന്ത എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ വിളിക്കുമ്പോ അവരെ മുഖം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അത് പറയുമ്പോൾ ഇപ്പുറത്ത് ചില ആൾക്കാർ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറം നോക്കിയിട്ട് കാര്യമില്ല, അവരവരയിലേ നോക്കലാന്നല്ല. എല്ലാവരും ചെയ്യലെന്തറിയോ? എൻ്റെ ഭർത്താവ് കേൾക്കുന്നുണ്ടാവും അല്ലേ, അയാൾ ശരി. ഇവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഇപ്പൊ ചെയ്യുന്നെന്തറിയോ? എന്താ? ബാക്കി എല്ലാവരും നന്നായി എനക്കൊരു സുഖം കിട്ടാനാ. ഭാര്യയും ഭർത്താവും വരും എൻ്റെ അടുത്തേക്ക്. എൻ്റെ ഭാര്യനെ പുറത്തിരുത്തി ഭർത്താവ് ഉള്ളിൽ കയറി പറയും, 10 കൊല്ലമായി സഹിക്കുന്നത്, എന്ത് വേണമെങ്കിൽ തരാം, ഒന്ന് മാറ്റി തരണം, കൊട്ടേഷൻ. തിരിച്ച് ഭാര്യ വന്നാൽ എന്താ പറയാ, ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് വന്നതല്ല, എന്നെ പിടിച്ചു കൊണ്ടുവന്ന വന്ന സ്ഥിതിക്ക് ഞാൻ പറയാം 10 കൊല്ലമായി സഹിക്കുന്നത്, ഒന്ന് മാറ്റി തരണം, അതും കൊട്ടേഷനാ. എനിക്ക് ലോകത്ത് ഒരാളെ മാറ്റാൻ പറ്റുള്ളൂ, എന്നെ മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ മാറാൻ തീരുമാനിച്ചാൽ തീരുന്നതേ പ്രശ്നമുള്ളൂ. ഇത് ഞാനൊരു ബാംഗ്ലൂരിൽ ഒരു ഫാമിലി സംഗമത്തെ പറഞ്ഞ് പിറ്റേന്നുണ്ട് അവിടെ ഒരു സഹോദരൻ എന്നെ വിളിക്കുന്നു. എനിക്ക് പരിചയമുള്ള ഒരാളാണ്. ആ സഹോദരൻ എന്നോട് പറഞ്ഞതാണ്, 6 വർഷമായിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. നിങ്ങൾ പറഞ്ഞതിന് ശേഷം വീട്ടിൽ പോയിട്ട് അവൾ അവനോട് പറഞ്ഞു അത്ര, കാക്ക ഇതുവരെ ഞാൻ നിങ്ങളെ മാറ്റാനാ ശ്രമിച്ചത്, ഇന്നാ മനസ്സിലായത് ഞാനാ മാറേണ്ടതെന്ന്. ഉടനെ ഓൻ പറഞ്ഞത്രേ, അല്ലടി ഇതുവരെ ഞാൻ നിന്നെ മാറ്റാനാ ശ്രമിച്ചത്, ഇന്ന് എനക്ക് മനസ്സിലായത് ഞാനാ മാറേണ്ടതെന്ന്. രണ്ടാൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്രേ. പ്രശ്നം തീർന്ന്. ഇത് നേരത്തെ ചെയ്താൽ പോരെ. നമ്മൾ ഈ മസിൽ പിടിച്ചിട്ട് ഇവരെല്ലാം മാറണം. എവിടെ മാറാനാ? ഞാൻ മാറുക, അവരെ മാറ്റാവുന്ന രീതിയിൽ. എന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ല, എനിക്ക് സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റണം, എനിക്ക് സ്നേഹം പിടിച്ചു വരണം. അതിന് ഐഡിയ ഇല്ലേ? പറഞ്ഞുതരാം. അതല്ലാതെ ഓനെ കൊണ്ട് സ്നേഹിപ്പിക്കണം എന്നല്ല, ഓളെ കൊണ്ട് സ്നേഹിപ്പിക്കണം എന്നല്ല. മക്കളെ എൻ്റെ മക്കളായി അവരെ മനസ്സിൽ എനിക്ക് ജീവിക്കാൻ പറ്റണം. അതിന് ഞാനാണ് മാറേണ്ടത്. ഈ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ. എന്നുവെച്ചാൽ പ്രശ്നങ്ങളില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. ഈ കുട്ടിനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ കുട്ടീനോട് ഇഷ്ടം തോന്നാൻ കാരണം എന്താ? ഈ കുട്ടിയുടെ മനസ്സിൽ ആരെക്കുറിച്ച് എന്തില്ല? ഒന്നുമില്ല, നിഷ്കളങ്കമാണ്. ഈ കുട്ടി കണ്ണ് തുറന്നാല് കണ്ണിങ്ങനെ നോക്കോ, ആക്കി നോക്കോ, മുഖം ഇങ്ങനെ ആക്കോ, ഒന്നും ആക്കൂല. കാരണം എന്താ? അതിൻ്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല, അസൂയയില്ല, പകയില്ല, ദേഷ്യമില്ല, പ്രതികാരം ഒന്നുമില്ല. ഇങ്ങനല്ലേ നമ്മളും ജനിച്ചപ്പോ? ആണോ അല്ലയോ? പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ആയത്? മനസ്സിൽ പലതും കടന്നു വന്നു. അവിടെയാണ് ഞാൻ തിരിച്ചറിയേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് തിരിച്ചു പോകാം. അതാണ് ഹജ്ജിനൊക്കെ പോകുന്നവരോട് കയോമ വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച പോലെ എന്ന് പറഞ്ഞത്. ഒരാളോടും വെറുപ്പില്ലാത്ത, എന്നെ ആരും വെറുക്കാത്ത, ഞാൻ ആരെയും വെറുക്കാത്തടത്തേക്ക് എനിക്ക് മാറാം. ഞാൻ തയ്യാറാണെങ്കിൽ മാറാൻ സാധിക്കുന്നു. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതെന്റെ ബോഡിയാണ്, ഞാനെന്ന് പറയുന്നത് ആത്മാവാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല. 120ാമത്തെ ദിവസം ഉമ്മാന്റെ ഗർഭാശയത്തിലെ ആ കുഞ്ഞിലേക്ക് എൻ്റെ ആത്മാവ് ഞാൻ കടന്നു വന്നു. അതാണ് ഞാൻ. അപ്പൊ ആലമുൽ അർവാഹിൽ നിന്ന് 2ാമത്തെ ഘട്ടമായ ഗർഭാശയത്തിൽ നിന്ന് ശരീരത്തോടൊപ്പം 3ാമത്തെ ഘട്ടമായി ഈ ലോകത്തേക്ക് വന്നു. ഇനി എനിക്ക് 4ാമത്തെ ലോകത്തേക്ക് പോകണം. എപ്പോഴും പോകാം. ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഡയമണ്ടാണ്. കംപ്ലൈന്റ് വരാൻ ഒരു സാധ്യതയില്ല. പക്ഷെ കച്ചറയാവും. ഡയമണ്ട് കംപ്ലൈന്റ് ആവില്ല. അത് ചളി കിടന്നാൽ കുറെ കാലം എടുത്ത് കഴുകിയാലും ചളി പോവും. നമുക്കൊരുപാട് ചളികളിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കഴുകിക്കളയാം. ഡെയിലി 5 നേരം അതിങ്ങനെ തുടക്കുകയാണെങ്കിൽ ഭയങ്കര ശുദ്ധമായിരിക്കും. അങ്ങനെ ശുദ്ധമാവാം. പക്ഷേ നമ്മൾ ഒരു ആത്മാവ് നല്ലതാണ് മോശമാണെന്ന് പറയുന്നത് എന്തിനടിസ്ഥാനത്തിലാണ്? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആൾക്കാർ നല്ല സ്വഭാവക്കാരാണ്. അപ്പൊ എൻ്റെ ശരീരം നല്ലത് പ്രവർത്തിക്കുന്നുവെങ്കിൽ, നന്നായി പെരുമാറുന്നുവെങ്കിൽ, സ്നേഹം കൊടുക്കുന്നുവെങ്കിൽ, മറ്റുള്ളവരെ സഹായിക്കുന്നുവെങ്കിൽ, എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയുന്നു. 4 ആൾ ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണ്. ഭൂമിയിൽ ഒരു സ്വർഗം നമ്മുടെ ഭവനമാവണം. മക്കളാവട്ടെ, ഭർത്താവട്ടെ, ഭാര്യ ആവട്ടെ, മാതാപിതാക്കളാവട്ടെ, എന്നെ കുറിച്ചും ചോദിച്ചാൽ എൻ്റെ ഉപ്പ ഉമ്മവും എൻ്റെ സഹോദരിമാരും എൻ്റെ മക്കളും നല്ല ഉപ്പയാണ്, നല്ല സഹോദരനാണ്, നല്ല മോനാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനെന്ത് മുസ്ലിം? പിന്നെ അവിടെയാണ് ആലോചിക്കേണ്ടത്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ നിയമിക്കുന്നിടത്തല്ല, അത് സ്വർഗമായിട്ട് കണക്ട് ചെയ്യില്ലേ. 4 ആൾ നല്ലത് പറഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എൻ്റെ ആത്മാവ് നല്ല ആത്മാവാണെങ്കിൽ എൻ്റെ ശരീരം നല്ലത് പ്രവർത്തിക്കണം. ശരീരം നല്ലതോ മോശമോ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് മനസ്സാണ്. നന്നാക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്. മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ശരീരത്തെ ബാധിക്കുന്നു. മഞ്ചേരിയിലെ ഓർത്തോ മുഹമ്മദ് ഡോക്ടറിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്,
CT സാഹിബ് എൻ്റെ അടുത്തേക്ക് വരുന്ന മുട്ടുവേന നടുവേനയുള്ള കേസുകളിൽ 50% ശാരീരിക അല്ല. കർണാടകയിലെ മംഗലാപുരത്തെ ഒരു മെഡിക്കൽ കോളേജ് ന്യൂറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ അദ്ദേഹം എന്നോട് പറഞ്ഞ, അദ്ദേഹം കംപ്ലീറ്റ് പരിശോധന നടത്തി ആ മിസിരി ഡോക്ടർ എൻ്റെ അടുത്തേക്ക് കേസുകൾ വിടാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരുമായിട്ടുള്ള വെറുപ്പും വിദ്വേഷവും വക്കാണവും കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളെ ശരീരത്തെ അത് ബാധിക്കും. ക്യാൻസർ, അറ്റാക്ക്, സ്ട്രോക്ക്, പാരലൈസേഷൻ, പ്രഷർ, ഷുഗർ തുടങ്ങിയ പല അസുഖങ്ങളുടെയും പ്രഥമ കാരണം മാനസികമായ സ്ട്രെസ്സാണ്. കുടുംബം അത് ആസ്വാദ്യകരമായിരിക്കണം. പരിഹാരം കുടുംബം ശാന്തമാക്കുക, കുടുംബത്തിലെ വിഷയങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ക്ലാസ് കൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല. നിങ്ങൾ തീരുമാനിക്കുക, പരിഹാരം തേടുക. അത് നിങ്ങൾക്ക് ഇവിടെ അബ്ദുറഹ്മാൻ ബാഗിനോട് പറഞ്ഞാൽ പരിഹാരം കാണിച്ചു തരും. ഇഷ്ടംപോലെ പരിഹാര മാർഗങ്ങളുണ്ട്. അത് ക്ലാസ്സിൽ നടക്കേണ്ടതല്ല, അത് നിങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷനിലൂടെ അതിലെന്താണോ കുറവുള്ളത് ആ കുറവ് പരിഹരിക്കലിലൂടെ, അത് ഫിസിയോളജിക്കലാണെങ്കിൽ അങ്ങനെ പരിഹരിക്കണം, സൈക്കോളജിക്കലാണ് അങ്ങനെ പരിഹരിക്കണം. പരിഹരിക്കാൻ പറ്റാത്ത ഒന്നുമില്ല, പക്ഷെ അതിനെ മുന്നിട്ടിറങ്ങാൻ നമുക്ക് സാധിക്കണം എന്നൊരു മെസ്സേജ് മാത്രമേ ഞാൻ തരുന്നുള്ളൂ. മനസ്സിന്റെ പ്രശ്നം ബോധ മനസ്സുണ്ട്, അബോധ മനസ്സുണ്ട്. പക്ഷേ ബോധ മനസ്സ് 10% ഉള്ളൂ, അബോധ മനസ്സ് 90% ബോധ മനസ്സിലാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്, തീരുമാനങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ ആലോചിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ഉമ്മാന്റെ ഗർഭാശയം മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ സംഭവങ്ങളും അതിന്റെ കലവറയാണ് ഈ 90% വരുന്ന അബോധ മനസ്സ്. ഈ അബോധ മനസ്സ് പലപ്പോഴും സമ്മർദ്ദം ചെലുത്തി നമ്മളെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കുന്നു, നമ്മളെ കൊണ്ട് കുറ്റങ്ങൾ ചെയ്യിക്കുന്നു, നമ്മളെ കൊണ്ട് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കുന്നു. ബോധ മനസ്സുകൊണ്ട് അബോധ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്? അബോധ മനസ്സിൽ പലരെ കുറിച്ചും നിങ്ങളുടെ വേദനകൾ നിറഞ്ഞിട്ടുണ്ടാവും. അത് ഓർക്കുന്നോറും അവരെ കുറിച്ചുള്ള ദേഷ്യം വരും. ഭാര്യ എപ്പോഴും സുന്ദരമായിട്ട് തന്നെ പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ഭർത്താവിന് എപ്പോഴും സുന്ദരമായി സംസാരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, പിതാക്കൾ എന്തായാലും ശകാരിക്കുമ്പോൾ നമുക്ക് വേദന വരും. പക്ഷെ വേദനകൾ കൊണ്ട് നടന്നാൽ അവരുമായി സ്നേഹിക്കാൻ പറ്റൂല, അവരെ ഇഷ്ടപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കണം? അതിൽ മാറ്റങ്ങൾ വരുത്തണം. അതിനൊരു വഴിയുള്ളൂ. എന്താ? അവരെ ലുന്നൂബിൽ മുഅ്മിനീന ഖൈറ, നല്ലത് മാത്രം ഭാവിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം ഓർക്കുക, നല്ലത് മാത്രം ഭാവിക്കുക, നല്ലത് മാത്രം ചെയ്യുക. ഞാൻ വഴി പറഞ്ഞുതരാം, പ്രാക്ടിക്കൽ ചെയ്യിക്കാൻ സമയമില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഉമ്മ ചെയ്ത നന്മകൾ എഴുതാം ഒരു പേപ്പറിൽ, ഉപ്പ ചെയ്ത നന്മകൾ എഴുതാം. തിന്മകൾ ഉണ്ടാവുകയോ വെറുപ്പുണ്ടാവുകയോ വേദന ഉണ്ടാവുകയോ. ഭർത്താവ് ചെയ്ത നന്മകൾ എഴുതാം, ഭർത്താവ് ആണെങ്കിൽ ഭാര്യ ചെയ്ത നന്മകൾ എഴുതാം, ഭാര്യയിൽ നിന്നുണ്ടായ നന്മകൾ. മക്കളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ എഴുതരുത്. ഈ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കിയട്ടെ, നിങ്ങൾക്ക് ഉമ്മാനോടുള്ള സമീപനം മാറും, ഉപ്പാനോടുള്ള സമീപനം മാറും, ഭർത്താവ്, ഞാൻ ഗ്യാരണ്ടി പറയാണ്, മാറിയിരിക്കും. ആത്മഹത്യക്ക് തീരുമാനിച്ച് വിളിച്ച ഒരു കുട്ടിനെ വിളിച്ചിട്ട് ആ കുട്ടീനെ കുറച്ച് പോസിറ്റീവ് ഓർക്കാൻ പറഞ്ഞ് എഴുതി വെക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി അരമണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞത് എനിക്ക് മരിക്കണ്ട, എനിക്ക് ജീവിക്കണം, എനിക്ക് ഒരു അംബിഷൻ ഉണ്ടെന്നാണ്. ഏത് പ്രതിസന്ധിയിലും നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഘടകം നിങ്ങളുടെ ഒരുപാട് അനുഗ്രഹങ്ങളും സന്തോഷങ്ങളുമാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കിയാട്ടെ, അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതൊന്നും ഞാൻ പ്രാക്ടിക്കൽ ചെയ്യിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ചില സൂചനകൾ നൽകുന്നു എന്ന് മാത്രം. സങ്കടങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഈ റൗണ്ടൊക്കെ സന്തോഷമായും സ്റ്റാറൊക്കെ സങ്കടമായി മനസ്സിലാക്കുകയാണെങ്കിൽ സങ്കടങ്ങൾ ഓർക്കുമ്പോൾ അബോധ മനസ്സ് മനസ്സിലാക്കുന്നത് ഓർക്കുന്നതല്ല, അത് വീണ്ടും സംഭവിച്ചു എന്നാണ്. അങ്ങനെ 100 തവണ ഓർക്കുമ്പോൾ മനസ്സിങ്ങനെ നിറഞ്ഞു കിടക്കുന്നു സങ്കടങ്ങൾ കൊണ്ട്. ഈ മനസ്സിൽ നിന്ന് സന്തോഷം വരില്ല, നല്ല ചിന്തകൾ വരില്ല, നല്ല എനർജി വരില്ല, അതേപോലെ നല്ല സൗഹൃദം വരില്ല, ആരാധനയിൽ പോലും താല്പര്യം ഉണ്ടാവില്ല. മാത്രമല്ല ചില ഘട്ടങ്ങളിൽ മരിച്ചാ മതി എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പലരും പറയാറുണ്ട് തോന്നീന് പലപ്പോഴും, പിന്നെ ഉസ്താദെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് ചെയ്യാണ്ടുന്നതാ. മിഞ്ഞാന്നൊന്നൊരു സ്ത്രീ പറയാ, ഞാൻ പലപ്പോഴും ആലോചിച്ചതാ പോസ്റ്റ്മോർട്ടം പേടിച്ചിട്ടാ ചെയ്യാണ്ടുന്നത്. അങ്ങനെ പേടിച്ചിട്ടൊക്കെ ചെയ്തില്ലല്ലോ സമാധാനം. ഏതായാലും അതൊക്കെ ഈ മനസ്സിൽ നിന്ന് വരും എന്നൊരു സൂചന മാത്രമേ തരുന്നുള്ളൂ. ബാക്കി നിങ്ങൾ അതിൻ്റെ പരിഹാരം കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. ചുരുക്കി ഒരു മെസ്സേജ് കൂടി, മനസ്സുകളെ സ്വാധീനിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മക്കളുടെ, ഭർത്താവിൻ്റെ, ഭാര്യയുടെ ആവശ്യങ്ങൾ കണക്ക അത് പരിഹരിച്ചു കൊടുക്കുക, പ്രശ്നങ്ങൾ കണ്ടെത്തുക, അത് പരിഹരിക്കാൻ സഹായിക്കുക. ഇവിടെ നമ്മൾ നിൽക്കുമ്പോഴാണ് മനസ്സുകൾ ഇണങ്ങുന്നത്. അങ്ങനെ ചേർത്ത് പിടിച്ച് നല്ലൊരു ഭാര്യയായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു പിതാവായി, നല്ലൊരു മാതാവായി, നല്ലൊരു മുസ്ലിമായ മകനായി, മകളായി മാറുമ്പോഴാണ് നമ്മളൊരു മുസ്ലിമായ കുടുംബമായി മാറുന്നത്. അതിന് സർവശക്തനായ അള്ളാഹു
അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ സമയം വളരെ കുറച്ചേ ഉള്ളൂ എന്നതുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഹൃദാവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി ശ്രീ ഡോക്ടർ സി ടി സുലൈമാൻ.